Hello everyone, welcome to Triak Tutorials. Kerala PSC Electrical and Electronics Engineering degree level class ആണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടു പോർട്ട് നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ഇപ്പോൾ ടു പോർട്ട് നെറ്റ്വർക്ക് ഡിപ്ലോമ ലെവലിലുള്ളവർക്കല്ല, ഡിഗ്രി ലെവലിൽ മാത്രമുള്ള സിലബസിലാണ് ടു പോർട്ട് നെറ്റ്വർക്ക് ഉള്ളത്. അപ്പോൾ എന്താണ് ടു പോർട്ട് നെറ്റ്വർക്ക്, എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് ടു പോർട്ട് നെറ്റ്വർക്കിലുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് ടു പോർട്ട് നെറ്റ്വർക്ക് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോർ വേരിയബിൾസ് V1, I1, V2, I2 can be described as a set of two equations in 6 ways by taking two of them as dependent variables which depend upon the other two independent variables. ഓക്കെ, ഇപ്പോൾ ടു പോർട്ട് നെറ്റ്വർക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് 4 വേരിയബിൾസ് ഉണ്ടാവും. V1, I1, V2, I2. ഓക്കെ, 4 വേരിയബിൾസ് എന്ന് പറഞ്ഞത് V1, I1, V2, I2. അതിൽ V1 എന്ന് പറഞ്ഞത് ഇൻപുട്ട് പോർട്ടിലുള്ള വോൾട്ടേജ്, I1 ഇൻപുട്ട് പോർട്ടിലുള്ള കറണ്ട്, V2 ഔട്ട്പുട്ട് പോർട്ടിലുള്ള വോൾട്ടേജ്, I2 ഔട്ട്പുട്ട് പോർട്ടിലുള്ള കറണ്ട്. ഓക്കെ, അങ്ങനെ 2 പോർട്ട് ഉണ്ട്, ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും. അപ്പോൾ നമുക്ക് 4 ഇക്വേഷൻസ് എഴുതാം. V1, I1, V2, I2 എങ്ങനെ എഴുതാം? ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ സെറ്റ് ഓഫ് 2 ഇക്വേഷൻസ്. അപ്പോൾ അറ്റ് എ ടൈം 2 ഇക്വേഷൻസ് ആണ് നമുക്ക് എഴുതാം. ഒന്നുകിൽ V1ഉം I1ഉം അല്ലെങ്കിൽ V2, I2. അത് ഡിഫറെൻറ്റ് ഇതുണ്ട്, വേയ്സ് ഉണ്ട്, 6 വേയ്സ് ഉണ്ട്. ഇക്വേഷനിൽ 6 വേയ്സ്, 6 രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ആ ഇക്വേഷൻ എഴുതുമ്പോൾ എന്തായിരിക്കും? ടേക്കിംഗ് 2 ഓഫ് ദം ആസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഈ 4 വേരിയബിളിൽ 2 എണ്ണം എന്തായിരിക്കും? ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ബാക്കി 2 എണ്ണം എന്തായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിരിക്കും. അങ്ങനെ V1നെ I1നെ 4 വേരിയബിൾസിനെ നമുക്ക് 6 രീതിയിൽ 2 ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം. 2 ഇക്വേഷൻ ആക്കിയിട്ട് എഴുതുമ്പോൾ 2 എണ്ണം ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ബാക്കി 2 എണ്ണം എന്തായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിരിക്കും. ഇതാണ് നമ്മൾ ടു പോർട്ട് നെറ്റ്വർക്കിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇപ്പോൾ V1, I1, V2, I2 എന്ന് പറഞ്ഞില്ല, അതിൻ്റെ കോയിഫിഷ്യൻസ് ഉണ്ടാവും. ആ കോയിഫിഷ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്? ടു പോർട്ട് പാരാമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ഇതിൽ പറയാം Z11, Z12, അതുപോലെ Y11, Y12, H11, H12 എന്നൊക്കെ ഉണ്ടാവും. അതാണ് കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത്. ആ കോയിഫിഷ്യൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ടു പോർട്ട് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇനി ഈ പാരാമീറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ദ പാരാമീറ്റേഴ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ സർക്യൂട്ട് വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ആഫ്റ്റർ ഇംപ്ലിമെൻറ്റിംഗ് എയ്തർ ഷോർട്ട് സർക്യൂട്ട് ഓർ ഓപ്പൺ സർക്യൂട്ട്. അതായത് നമുക്ക് 4 വേരിയബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും വേരിയബിൾസ് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചാൽ, എന്ന് വെച്ചാൽ വോൾട്ടേജസ് V1 = 0 അല്ലെങ്കിൽ V2 = 0 നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതാണ് നമുക്ക് പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? I1 = 0 അല്ലെങ്കിൽ I2 = 0 എന്ന് കൊടുക്കുക. എന്ന് വെച്ചാൽ ഓപ്പൺ സർക്യൂട്ട് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ ഷോർട്ട് സർക്യൂട്ടോ ഓപ്പൺ സർക്യൂട്ടോ ആയി വെക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കോയിഫിഷ്യൻ്റെ വാല്യൂ, ആ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പാരാമീറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ഇതാണ് ടു പോർട്ട് നെറ്റ്വർക്ക് ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 6 രീതിയിൽ എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നത്, ഇപ്പോൾ 6 പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യത്തെ പാരാമീറ്റർ ആണെന്ത്? Z പാരാമീറ്റർ. Z എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപെഡൻസ് ആണ്. Z നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇംപെഡൻസിനെയാണ്. അപ്പോൾ Z പാരാമീറ്റേഴ്സിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഇംപെഡൻസ് പാരാമീറ്റർ അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റർ എന്ന് പറയും. ഓക്കെ, Z പാരാമീറ്റർ അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റർ അല്ലെങ്കിൽ ഇംപെഡൻസ് പാരാമീറ്റർ. ഓക്കെ, ഇതിൽ ഇക്വേഷൻ എഴുതുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് 2 ഇക്വേഷൻസ് ആണ് എഴുതേണ്ടത്. ഇതിൽ ഇക്വേഷൻ എഴുതുന്നത് ഏതാണ്? V1ഉം V2. അപ്പോൾ ഇതിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? V1ഉം V2 ആണെന്ത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എഴുതുന്നത് V1ഉം V2 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2. I1ൻ്റെയും I2ൻ്റെയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? V1ൻ്റെയും V2ൻ്റെയും ഇക്വേഷൻ എഴുതും. ഓക്കെ, അപ്പോൾ Z പാരാമീറ്റർ എന്ന് പറയുന്നത് ഇക്വേഷൻ V1 = Z11 I1 പ്ലസ് Z12 I2, അതേപോലെ V2 = Z21 I1 പ്ലസ് Z22 I2. അപ്പോൾ ഇക്വേഷൻ എഴുതുന്നത് എന്തിൻ്റെ ടേമിലാണ്, എന്തിൻ്റെ എക്സ്പ്രഷനാണ് എഴുതുന്നത്? V1ൻ്റെ V2 ഡിപ്പെൻഡ്സ് ഓൺ I1 ആൻഡ് I2. അങ്ങനെ ഇക്വേഷനാണ് എന്തിൽ എഴുതുന്നത്? ഇതിൽ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി എന്താ? ഇതിനൊരു മെട്രിക്സ് ഫോമിലാക്കാം. V1, V2 = Z11, Z12, Z21, Z22 എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു 2/2 മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സ് ആണ് എന്ത്? Z-ൻ്റെ പാരാമീറ്റർ. Z മെട്രിക്സ് ആണ് Z11, Z12, Z21 ആൻഡ് Z22 ഇൻറ്റു I1 ആൻഡ് I2. ഓക്കെ, ഇതാണ് എന്ത്? Z പാരാമീറ്റർ. ഇനി എന്താണ്? Z പാരാമീറ്ററിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. Z11ഉം
Z12 Z21 Z22ൻ്റെ വാല്യൂ ഉണ്ട്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ എന്ത് ചെയ്യാം, ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യാം. ഇനി ആദ്യത്തെ ഇക്വേഷൻ നോക്കിയാൽ, ഈ ഇക്വേഷനിൽ I2ൻ്റെ വാല്യൂ നമ്മൾ 0 ഇട്ട് കൊടുത്താലും സംഭവിക്കും. I2 = 0 ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കാം? ഈ ഒരു ടേം ക്യാൻസൽ ആയി പോകും അല്ലേ. അതുപോലെ ഈ ഒരു ടേം എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. പിന്നെ എന്താ ഉള്ളത്? V1 = Z11 I1. അതിൽ നിന്ന് Z11ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? V1/I1. അതുപോലെ V2 = എന്ത് കിട്ടും? Z21 എന്ത് കിട്ടും? V2/I1. ഈ ഒരു ഇക്വേഷന് Z21 = V2/I1 കിട്ടും. അങ്ങനെയാണ് ഒന്നുകിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാൻ. ഇതിൽ നമുക്ക് I2 = 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തിൻ്റെ വാല്യൂ കിട്ടും? Z11ൻ്റെ വാല്യൂ കിട്ടും, Z21ൻ്റെ വാല്യൂ കിട്ടും. ഇനി I1 = 0 ഇട്ട് കൊടുത്താലോ, ഈ ഒരു ടേം 0 ഇട്ട് കൊടുത്താലും സംഭവിക്കും. ഈ രണ്ട് ടേം ക്യാൻസൽ ആവും. നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? Z12ൻ്റെയും Z22ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് Z പാരാമീറ്ററിൽ ചെയ്യുന്നത് ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ടാണ്. അതായത് I1ൻ്റെയും I2ൻ്റെയും വാല്യൂ കൊടുത്തിട്ടാണ്, =0 കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? Z11ൻ്റെയും Z21ൻ്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം Z11ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? I2 = 0 ആകുമ്പോൾ V1/I1. അപ്പോൾ V1/I1 എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഇംപെഡൻസ് ആണ്. എവിടുത്തെ ഇംപെഡൻസ്? 1 എന്ന് പറഞ്ഞ പോർട്ട് ഏതാണ്? ഇൻപുട്ട് പോർട്ടൽ. അപ്പോൾ Z11 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻപുട്ട് ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസ് വിത്ത് ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. അത് I2 = 0 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. അങ്ങനെ ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിലെ ഇൻപുട്ട് ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? Z11. അതേപോലെ Z22 എന്തായിരിക്കും? Z22 = V2/I1 when I2 = 0. I2ൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോൾ V2/I1ൻ്റെ വാല്യൂ ആണ് എന്ത്? Z21. V2/I1 എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഇംപെഡൻസ് തന്നെയാണ്. പക്ഷേ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ടിലെ കറണ്ട് ആണ്. അപ്പോൾ എന്തായിരിക്കും? ഫോർവേഡ് ട്രാൻസ്ഫർ ഇംപെഡൻസ് ആണ്. ഫോർവേഡ് ട്രാൻസ്ഫർ ഇംപെഡൻസ് വിത്ത് ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. അതാണ് Z21. ഓക്കെ, Z21 = V2/I1 when I2 = 0. അതായത് ഫോർവേഡ് ട്രാൻസ്ഫർ ഇംപെഡൻസ് വിത്ത് ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. ഇനി അടുത്ത് എന്ത് കാണിക്കും? I1 = 0 ഇട്ട് കൊടുത്താലോ? I1 = 0 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? നമുക്ക് Z12ൻ്റെ വാല്യൂ കിട്ടും. Z12ൻ്റെ വാല്യൂ കിട്ടും V1/I2. ഇത് പ്രൈമറിയിലെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സെക്കൻഡറിയിലെ കറണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ടിലെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ടിലെ കറണ്ട്. അപ്പോൾ എന്തിനു വിളിക്കും? റിവേഴ്സ് ട്രാൻസ്ഫർ ഇംപെഡൻസ് വിത്ത് ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. കാരണം I1 = 0 ആണ്. നേരത്തെ നമ്മൾ I2 = 0 ആണ് എടുത്ത്. ഇവിടെ I1 = 0 കൊടുക്കുന്നത് ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിവേഴ്സ് ട്രാൻസ്ഫർ ഇംപെഡൻസ് ആണ് Z12 എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താ? Z22 = V2/I2 when I1 = 0. നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. Z22 = V2/I2 when I1 = 0 കൊടുക്കുമ്പോൾ Z22ൻ്റെ വാല്യൂ എന്തായിരിക്കും? V2/I2. V2/I2 എന്ന് വെച്ചാൽ വോൾട്ടേജ് ബൈ കറണ്ട്. എന്താണ്? ഇംപെഡൻസ് ആണ്. എവിടുത്തെ ഇംപെഡൻസ് ആണ്? രണ്ടും ഔട്ട്പുട്ട് സൈഡിലാണ്. അപ്പോൾ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസ് വെൻ ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. ഔട്ട്പുട്ട് ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസ് വിത്ത് ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. അതാണ് എന്ത്? Z22ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് 4 പാരാമീറ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ 4 കോയിഫിഷ്യൻസിൻ്റെയും എന്ത് കണ്ടുപിടിക്കാം? വാല്യൂസ് കണ്ടുപിടിക്കാം. Z11, Z12, Z21 ആൻഡ് Z22. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം, അധികം ചോദിക്കുന്ന സാധനങ്ങളാണ്. എന്താണ് സിമെട്രി കണ്ടീഷനും എന്താണ് റെസിപ്രോസിറ്റി കണ്ടീഷനും? ഓക്കെ, അത് ഓരോ പാരാമീറ്റർ 6 പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ പാരാമീറ്റേഴ്സിനും അതിൻ്റെ സിമെട്രി കണ്ടീഷനും റെസിപ്രോസിറ്റി കണ്ടീഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. സിമെട്രി കണ്ടീഷൻ എന്ന് പറയുന്നത് Z12 = Z22. അതായത് നമ്മുടെ Z11, Z12, Z21, Z22. ഓക്കെ, ഇതാണ് നമ്മുടെ Z മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൽ Z11ഉം Z22ഉം ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അതാണ് സിമെട്രി കണ്ടീഷൻ. നിങ്ങൾ ഡയഗണലായിട്ട് ഓപ്പോസിറ്റുള്ളത് ഈക്വൽ ആണെങ്കിൽ Z11 = Z22 ആണെങ്കിൽ സിമെട്രി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ റെസിപ്രോസിറ്റി കണ്ടീഷൻ എന്താ? Z12 = Z22. Z12 = Z22 എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? Z പാരാമീറ്റർ റെസിപ്രോസിറ്റി കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഓരോ പാരാമീറ്ററിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഓരോന്നിൻ്റെ വാല്യൂ Z11, Z21, Z12, Z22, അതേപോലെ സിമെട്രി കണ്ടീഷനും റെസിപ്രോസിറ്റി കണ്ടീഷനും എന്ത് ചെയ്യണം? ഓക്കെ, പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് Z പാരാമീറ്റർ. ഇതിനടുത്ത് എന്താ? Y പാരാമീറ്റർ. രണ്ടാമത്തെ പാരാമീറ്റർ ആണ് Y പാരാമീറ്റർ, അല്ലെങ്കിൽ വേറെ പേരുണ്ട് അഡ്മിറ്റൻസ് പാരാമീറ്റർ. നമുക്കറിയാം Z ഇംപെഡൻസ് ആണെങ്കിൽ Yനെ വിളിക്കുന്ന പേരാണ് എന്ത്? അഡ്മിറ്റൻസ്. 1/Z.
ഓക്കെ, സെഡിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വൈ കിട്ടും. അപ്പോൾ വൈ പാരാമീറ്ററിൻ്റെ വേറൊരു പേരാണ് അഡ്മിറ്റൻസ് പാരാമീറ്റർ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പാരാമീറ്റർ എന്ന് പറയും. അഡ്മിറ്റൻസ് പാരാമീറ്റർ ഓർ ഷോർട്ട് സർക്യൂട്ട് പാരാമീറ്റർ. ഓക്കെ, ഇതിൽ എന്തിൻ്റെ ബേസിലാണ് ഇക്വേഷൻ എഴുതുന്നത്? ഇക്വേഷൻ എഴുതുന്നത് I1ൻ്റെയും I2ൻ്റെയും ഇക്വേഷൻസ് ആണ് എഴുതേണ്ടത്, എക്സ്പ്രസ്ഡ് ആസ് V1 ആൻഡ് V2. ഓക്കെ, I1ൻ്റെയും I2ൻ്റെ ഇക്വേഷൻ എഴുതുക ഇൻ ടേംസ് ഓഫ് V1 ആൻഡ് V2. അപ്പോൾ ഇക്വേഷൻ എന്താണ്? I1 is equal to Y11 V1 plus Y12 V2. I1 is equal to Y11 V1 plus Y12 V2. അതേപോലെ I2ൻ്റെ ഇക്വേഷനോ I2 is equal to Y21 V1 plus Y22 V2. Y21 V1 plus Y22 V2. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? Y പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 മെട്രിക്സ് ഫോമിലാക്കിയാൽ 4 മെട്രിക് ഇത് വരും. I1 I2 ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. മെട്രിക്സ് പറഞ്ഞാൽ എന്താണ്? Y11 Y12 Y21 Y22. ഇതാണ് Y മെട്രിക്സ്. ഓക്കെ, Y പാരാമീറ്റർ മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡ്മിറ്റൻസ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത് Y11 Y12 Y21 ആൻഡ് Y22 ഇൻറ്റു V1 V2. ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിക്കുക? നമുക്ക് ഇക്വേഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആദ്യത്തെ ഇക്വേഷനിൽ V2 is equal to 0 ഇട്ട് കൊടുത്ത് നോക്കിയാൽ V2 equal to 0 നമുക്ക് ആദ്യം കൊടുക്കാം. V2 equal to 0 എന്ന് വെച്ചാൽ എന്താ? ഔട്ട്പുട്ട് സൈഡ് എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ചെയ്യാണ്. V2 0 എന്ന് പറഞ്ഞത് ഔട്ട്പുട്ട് സൈഡിലെ വോൾട്ടേജ് ആണ്. V2 വോൾട്ടേജ് 0 എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? അത് ഷോർട്ട് സർക്യൂട്ട് ആണ്. ഔട്ട്പുട്ട് സൈഡ് ആദ്യം എന്ത് ചെയ്യുക? ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് ടേം ക്യാൻസൽ ആയി പോകും. V2 equal to 0 ആകുമ്പോൾ പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? Y1ൻ്റെ വാല്യൂ കിട്ടും, അതുപോലെ Y21ൻ്റെ വാല്യൂ കിട്ടും. Y1 എന്ന് വെച്ചാൽ എന്താ? Y11 is equal to I1 by V1. I1 by V1. അതേപോലെ Y21 is equal to എന്തായിരിക്കും? I2 by V1. I2 by V1. ഇനി നോക്കി I1 by V എന്ന് വെച്ചാൽ എന്താ? I by V. നമുക്കറിയാം V by I ആണെന്ത്? ഇംപെഡൻസ്. V by I ആണ് ഇംപെഡൻസ്. അതിന് ഇൻവേഴ്സ് ആണെന്ത്? I by V. I by V എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇംപെഡൻസിന് ഇൻവേഴ്സ് ആണ് എന്ത്? അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ Y11 നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻപുട്ട് സൈഡിലുള്ള അഡ്മിറ്റൻസ്, ഇൻപുട്ട് പോർട്ടിലുള്ള അഡ്മിറ്റൻസ്. അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. Y11 is equal to എന്തായിരിക്കും? I1 by V1 when V2 is equal to 0. V2ൻ്റെ വാല്യൂ 0 ആകുമ്പോൾ I1 by V1 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? Y11 എന്ന് വിളിക്കും. അപ്പോൾ ആ Y1 വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ്. കാരണം I by V എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് ആണ്. രണ്ടും ഒന്നാണ്. I1 ആണ് V1 ആണ് എന്ന് വെച്ചാൽ രണ്ടും ഇൻപുട്ട് സൈഡിലാണ്. അതുകൊണ്ട് എന്തെന്ന് വിളിക്കാം? ഇൻപുട്ട് ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് വിത്ത് ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. V2 0 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് പോർട്ട് എന്ത് ചെയ്തു? നമ്മൾ ഷോർട്ട് ചെയ്തു. അതേപോലെ ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ വേറെ ഒന്നും കൂടി കിട്ടും. Y21 is equal to I2 by V1. I2 by V1 when V2 is equal to 0. അതെന്തായിരിക്കും? ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആണ്. I2 by V1 ആണ് അല്ലേ? I2 ആണ് സെക്കൻഡറിയിലുള്ള ഔട്ട്പുട്ടിലുള്ള കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടിലുള്ള വോൾട്ടേജ്. അപ്പോൾ എന്തായിരിക്കും? ട്രാൻസ്ഫർ അഡ്മിറ്റൻസ്, ഫോർവേഡ് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് വിത്ത് ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഫോർവേഡ് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആണ് എന്ത്? Y21. അതുപോലെ Y12 എന്ത് കിട്ടും? I1 by V2. I1 by V2. I1 by V2 when V1 is equal to 0. നേരത്തെ രണ്ടെണ്ണം കിട്ടിയത് V2 0 ആകുമ്പോഴാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുക? V1 equal to 0 എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? Y12ൻ്റെ വാല്യൂ കിട്ടും. Y12 is equal to I1 by V2. എന്തെന്ന് വിളിക്കാം? റിവേഴ്സ് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് വിത്ത് ഇൻപുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. റിവേഴ്സ് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് വിത്ത് ഇൻപുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. അടുത്തത് Y22. Y22 എന്ന് പറയുന്നത് എന്താണ്? I2 by V2. I2 by V2 when V1 equal to 0. നമ്മുടെ ഇക്വേഷനിൽ V1 equal to 0 ഇട്ട് കൊടുക്കുമ്പോൾ Y22ൻ്റെ വാല്യൂ കിട്ടും. I2 by V2. I2 by V2 വെച്ചാൽ എന്താണ്? ഔട്ട്പുട്ട് ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് വിത്ത് ഇൻപുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. ഔട്ട്പുട്ട് ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് വിത്ത് ഇൻപുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു Y എന്ന് വെച്ചാൽ എന്താ? Y പാരാമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഇൻവേഴ്സ് ഓഫ് Z. Y പാരാമീറ്റർ എന്ന് പറയുന്നത് Z പാരാമീറ്ററിന് എന്തായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി എന്താ? റെസിപ്രോസിറ്റി കണ്ടീഷനും സിമെട്രി കണ്ടീഷൻ. സിമെട്രി ആണെങ്കിൽ കണ്ടീഷൻ എന്താ? Y11 is equal to Y22. എപ്പോഴാണോ രണ്ട് മെട്രിക്സിൻ്റെ Y11ൻ്റെയും Y22ൻ്റെ വാല്യൂ ഈക്വൽ ആകുന്നത്? ഈക്വൽ ആണെങ്കിൽ ആ മെട്രിക്സ് എന്ന് വിളിക്കാം? സിമെട്രി എന്ന് വിളിക്കാം. റെസിപ്രോസിറ്റി ആണെങ്കിൽ Y12 is equal to Y21. Y12 is equal to Y21. ഈ കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സിമെട്രി കണ്ടീഷനും റെസിപ്രോസിറ്റി എല്ലാത്തിൻ്റെയും എല്ലാ നെറ്റ്വർക്കിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് രണ്ടാമത്തെ പാരാമീറ്റർ, Y പാരാമീറ്റർ. ഇനി അതേപോലെ എന്തുണ്ട്? ഇനി നമുക്ക് കുറച്ച് ഓടിച്ചുവിടാം. ഹൈബ്രിഡ് പാരാമീറ്റർ, H പാരാമീറ്റർ. ഓക്കെ, H പാരാമീറ്റർ എന്തിൻ്റെ ബേസിലാണ് ഇക്വേഷൻ എഴുതുന്നത്? V1ൻ്റെയും I2ൻ്റെ ആണ്. V1ൻ്റെയും I2ൻ്റെ ഇക്വേഷൻ എഴുതാം ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് V2. അപ്പോൾ 4 പാരാമീറ്ററിൽ V1ൻ്റെയും I2ൻ്റെയും ഇക്വേഷൻ എഴുതാം ഇൻ ടേംസ് ഓഫ് ബാക്കിയുള്ള 2 പാരാമീറ്റർ I1 ആൻഡ് V2. ഓക്കെ, അങ്ങനെ 4 പാരാമീറ്ററിന് 2 ഡിപ്പെൻഡൻറ്റും 2 എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് V1 is equal to H11 I1
H11 I1 plus H12 V2. I2 is equal to H21 I1 plus H22 V2. ഓക്കെ, ഇതാണ് രണ്ട് ഇക്വേഷൻസ്. മെട്രിക്സ് ഫോമിലാക്കുമ്പോൾ എന്ത് കിട്ടും? എച്ച് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? H11 H12 H21 H22. H11 H12 H21 H22 ആണ് എന്ത് നമ്മുടെ എച്ച് മെട്രിക്സ് എന്ന് പറയുന്നത്. എച്ച് എന്ന് പറയുന്നത് ഹൈബ്രിഡ് പാരാമീറ്റർ എന്ന് വിളിക്കും. അപ്പോൾ എച്ച് പാരാമീറ്ററാണ് ഹൈബ്രിഡ് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. എന്ത് ഇക്വേഷനിൽ എന്ത് ചെയ്യുക? ആദ്യം V2 = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ I1 = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V2 = 0 എന്ന് പറയുമ്പോൾ നമുക്ക് H1ൻ്റെ വാല്യൂ കിട്ടും, H21ൻ്റെ വാല്യൂ കിട്ടും, H12ൻ്റെ വാല്യൂ കിട്ടും, അതുപോലെ H22ൻ്റെ വാല്യൂ കിട്ടും. എപ്പോൾ? I1 = 0 ആകുമ്പോൾ. ഓക്കെ, ഞാൻ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. H11 = V1 I1 when V2 = 0. V1/I1 എന്ന് വെച്ചാൽ എന്താ? ഇൻപുട്ട് ഇംപെഡൻസ് ആണ്. ഇൻപുട്ട് ഇംപെഡൻസ് വിത്ത് ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. V2 0 ആണ്, ഔട്ട്പുട്ടിൽ വോൾട്ടേജ് 0 ആണെന്ന് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ടാണ്. ഇൻപുട്ട് ഇംപെഡൻസ് വിത്ത് ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. അടുത്ത H21 എന്ന് പറഞ്ഞാൽ എന്താണ്? H21 എന്ന് പറയുന്നത് I2/I1. ഓക്കെ, I2/I1 എന്ന് വെച്ചാൽ എന്താ? ഔട്ട്പുട്ടിലുള്ള കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടിലുള്ള കറണ്ട് എന്ന് വെച്ചാൽ ഗെയിൻ ആണ്, കറണ്ട് ഗെയിൻ ആണ്. ഓക്കെ, I2/I1 ഔട്ട്പുട്ടിലുള്ള കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ടിലുള്ള കറണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് കറണ്ട് ഗെയിൻ വിത്ത് ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. ഫോർവേഡ് കറണ്ട് ഗെയിൻ. ഇനി H12 എന്ന് വെച്ചാൽ എന്താ? H12 = റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ. അതായത് V1/V2 ആണ്. ഓക്കെ, രണ്ടും വോൾട്ടേജ് ആണ്. ന്യൂമറേറ്ററിലും വോൾട്ടേജ് ആണ്, ഡിനോമിനേറ്ററിലും വോൾട്ടേജ് ആണ്. അപ്പോൾ അത് വോൾട്ടേജ് ഗെയിൻ ആണ്, പക്ഷേ റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ ആണ്. കാരണം V1 ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്, V1/V2 ആണ്. അപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ വിത്ത് ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. I1 = 0 ആയതുകൊണ്ട് ഇൻപുട്ട് പോർട്ട് എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അടുത്ത H22 എന്ന് പറഞ്ഞാൽ എന്താ? I2/V2. I2/V2 when I1 is equal to 0. I2/V2 എന്ന് വെച്ചാൽ എന്താണ്? അഡ്മിറ്റൻസ് ആണ്. കറണ്ട് ബൈ വോൾട്ടേജ് ആണ്, അഡ്മിറ്റൻസ് ആണ്. എവിടുത്തെ? ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് വിത്ത് ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. ഔട്ട്പുട്ട് ഇംപെഡൻസ് വിത്ത് ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടഡ്. ഇനി സിമെട്രിക് കണ്ടീഷൻ എന്താ? ΔH = 1. സിമെട്രിക് കണ്ടീഷൻ അതാണ് ΔH. ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താ? ഒരു മെട്രിക്സിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? H11 H12 H21 H22. നമുക്കറിയാം മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. H11 × H22 മൈനസ് H21 × H12. അത് H11 H22 മൈനസ് H12 H21. അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഡിറ്റർമിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 1 ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? സിമെട്രിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറയാം. അതായത് ഡിറ്റർമിനൻ്റെ വാല്യൂ 1 ആണെങ്കിൽ സിമെട്രിക് കണ്ടീഷൻ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. അതായത് H11 H22 മൈനസ് H21 H12 ഷുഡ് ബി = 1. ഇനി റെസിപ്രോസിറ്റി കണ്ടീഷൻ എന്താ? H12 = മൈനസ് H21. H12 = മൈനസ് H21 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? റെസിപ്രോസിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറയാം. H12 = മൈനസ് H21. സിമെട്രിക് കണ്ടീഷൻ ഡിറ്റർമിനന്റ് ഷുഡ് ബി = 1, അല്ലെങ്കിൽ H11 H22 മൈനസ് H12 H21 = 1. ഓക്കെ, ഇതാണ് ഹൈബ്രിഡ് പാരാമീറ്റർ. ഇനി അടുത്ത പാരാമീറ്റർ എന്താ? ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റർ. നമുക്കറിയാം ഹൈബ്രിഡ് പാരാമീറ്ററിൽ എന്തിന് ഇക്വേഷൻ എഴുതിയത്? V1ൻ്റെയും I2ൻ്റെ ഇക്വേഷൻ എഴുതിയത് ഇൻ ടേംസ് ഓഫ് എന്താണ്? നമ്മൾ ഹൈബ്രിഡ് പാരാമീറ്റർ എന്തിൻ്റെ ഇക്വേഷൻ? ഹൈബ്രിഡ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എന്തിലാണ് എഴുതിയത്? V1ൻ്റെയും I2ൻ്റെ ഇക്വേഷൻ എഴുതി ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് V2. ഇത് എന്തിലാണ്? H പാരാമീറ്ററിലാണ്. ഇനി ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റർ എന്താണ്? അതിനെ നമ്മൾ G എന്ന് വിളിക്കും. G എന്തിലായിരുന്നത്? ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, എന്താവും? ഇവിടെ ഡിപ്പെൻഡൻ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ I1ഉം V2ൻ്റെ എന്ത് ചെയ്താൽ ഇക്വേഷൻ ചെയ്താൽ ഇൻ ടേംസ് ഓഫ് V1 ആൻഡ് I2. അതായത് നമ്മൾ H പാരാമീറ്ററിൻ്റെ ഇൻവേഴ്സ് ആണ് ചെയ്യുന്നത്, നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇക്വേഷൻ എന്തിൽ വരും? I1ലും V2ലും വരും. അപ്പോൾ I1 = G11 V1 പ്ലസ് G12 I2. ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്ററിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് G. അപ്പോൾ I1 = G11 V1 പ്ലസ് G12 I2. അതുപോലെ V2 എന്ത് വരും? V2 = G21 V1 പ്ലസ് G22 I2. എന്നിട്ട് അതിൻ്റെ മെട്രിക്സ് ചെയ്താൽ G11 G12 G21 G22. ഓക്കെ, ഇനി ഓരോന്നിൻ്റെ വാല്യൂ ആദ്യത്തെ ഇക്വേഷനിൽ I2 = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് G11ൻ്റെയും G21ൻ്റെയും വാല്യൂ കിട്ടും. എന്നിട്ട് അതിൻ്റെ പേര് നോക്കാം. അഡ്മിറ്റൻസ് ആണോ ഇംപെഡൻസ് ആണോ ഗെയിൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് 4 പാരാമീറ്ററിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. G11 G21 G12 G22. അടുത്ത എന്താ? സിമെട്രിക് കണ്ടീഷനാണ്. സിമെട്രിക് കണ്ടീഷൻ നേരത്തെ ഹൈബ്രിഡിൽ പറയുന്ന പോലെ തന്നെയാണ്. എന്ത്? നമുക്ക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? G11
into G22 minus G12 into G21 should be equal to എന്തായിരിക്കും 1 ആയിരിക്കും. G11 G22 minus G12 G21 is equal to 1. റെസിപ്രോസിറ്റി കണ്ടീഷനോ നേരത്തെ H21 is equal to minus H12 ആയിരുന്നെങ്കിൽ ഇവിടെ തന്നെയാണ് G12 is equal to minus G21. G12 is equal to minus G21. ഇതാണ് ഇത് റെസിപ്രോസിറ്റി കണ്ടീഷൻ. ഓക്കെ, ഇതാണ് ഇൻവേഴ്സ് ഹൈബ്രിഡ് അല്ലെങ്കിൽ G പാരാമീറ്റർ എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ. അധികം എക്സാംസിന് ചോദിക്കുന്നതാണ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ, അല്ലെങ്കിൽ വേറെ പേരുണ്ട് ചെയിൻ പാരാമീറ്റർ അല്ലെങ്കിൽ ABCD പാരാമീറ്റർ. ഇതിന് 3 പേരുകളുണ്ട്, നോക്കുക. ട്രാൻസ്മിഷൻ പാരാമീറ്റർ T, അല്ലെങ്കിൽ ചെയിൻ പാരാമീറ്റർ, അല്ലെങ്കിൽ ABCD പാരാമീറ്റർ. ഇത് യൂസ് ചെയ്യുന്നതാണ് യൂസ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് പവർ ട്രാൻസ്മിഷൻ ലൈൻ. പവർ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ABCD പാരാമീറ്റർ അല്ലെങ്കിൽ T പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻപുട്ട് പോർട്ട് ഔട്ട്പുട്ട് പോർട്ട് എന്നല്ല ഇനി പറയാം. ABCD പാരാമീറ്ററിൻ്റെ ഇൻപുട്ട് പോർട്ടാണ് എന്ത് സെൻഡിങ് എൻഡ്. നമ്മൾ വോൾട്ടേജ് കറണ്ട് സെൻഡ് ചെയ്യുന്ന എൻഡ്, അതാണ് ഇൻപുട്ട് സൈഡ് സെൻഡിങ് എൻഡ്. അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് റിസീവിങ് എൻഡ്. ഏതെണ്ടാണോ റിസീവ് ചെയ്യുന്നത് അതാണ് ഔട്ട്പുട്ട് പോർട്ട്. ഇനി നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ V1 is equal V1ൻ്റെയും I1ൻ്റെയും ടേംസിലാണ് എന്ത് വരുന്നത് T പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് V1 I1. V1 is equal to AV2 minus BI2 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, V1 is equal to AV2 minus BI2. അതായത് I2ൻ്റെ വാല്യൂ എന്തായിരിക്കും മൈനസ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് I2 പോകുന്നത്, അപ്പോൾ I2ൻ്റെ വാല്യൂ മൈനസ് I2 ആണ് എടുക്കാൻ. V1 is equal to AV2 minus BI2. അതേപോലെ I1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും I1 എന്ന് പറയുന്നത് CV2 minus DI2. CV2 minus DI2. ഇനി മെട്രിക്സ് ഫോമിലാക്കിയാലോ V1 I1 is equal to മെട്രിക്സ് ABCD into മെട്രിക്സ് I1 പിന്നെ മൈനസ് I2 മൈനസ് I2. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഓരോന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. A ഈക്വൽ ടു എന്ത് കിട്ടും V1 by V2 when I2 equal to 0. ഇക്വേഷനിൽ I2 equal to 0 എന്ന് കൊടുക്കുമ്പോൾ Aൻ്റെ വാല്യൂ കിട്ടും V1 by V2. അതുപോലെ Cയുടെ വാല്യൂ I1 by V2 എന്ന് കിട്ടും. I1 by V2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. I2ൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അതുപോലെ അത് വോൾട്ടേജ് ഗെയിൻ ആണോ ഇംപെഡൻസ് ആണോ അഡ്മിറ്റൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി അടുത്ത ബിൻ്റെ ഇക്വേഷൻ കിട്ടും V2 equal to 0 എന്ന് കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും V1 by minus I2. V1 by minus I2. അതുപോലെ ഡിയുടെ വാല്യൂ I1 by minus I2 when V2 is equal to 0. D is equal to I1 by minus I2. ഇനി അടുത്ത സിമ്മട്രി കണ്ടീഷൻ. ഇതാണ് അധികം പല എക്സാംസിന് ചോദിക്കാറുള്ളത്. സിമ്മട്രി കണ്ടീഷൻ A ഈക്വൽ ടു എന്തായിരിക്കും D ആയിരിക്കും. സിമ്മട്രി കണ്ടീഷൻ A is equal to D. A is equal to D ആണ് സിമ്മട്രി കണ്ടീഷൻ. റെസിപ്രോസിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് AD മൈനസ് BC ഈക്വൽ ടു 1. AD മൈനസ് BC ഈക്വൽ ടു 1. അതെന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ എന്തായിരിക്കണം 1 ആയിരിക്കണം. AD മൈനസ് BC ഈക്വൽ ടു 1. നേരത്തെ നമ്മൾ സിമ്മട്രി കണ്ടീഷനാണ് മറ്റേലൊക്കെ പറഞ്ഞത് ഡിറ്റർമിനൻ്റ് വാല്യൂ 1 ആയിരിക്കണം എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവിടെ സിമ്മട്രി കണ്ടീഷനാണ് ഡിറ്റർമിനൻ്റ് വാല്യൂ 1 ആയിരിക്കണം. പക്ഷേ ABCD പാരാമീറ്ററിൽ റെസിപ്രോസിറ്റിൻ്റെ കണ്ടീഷനാണ് AD മൈനസ് BC ഈക്വൽ ടു 1. സിമ്മട്രി കണ്ടീഷൻ A ഈക്വൽ ടു D. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അത് മാത്രം ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ, വെറൈറ്റി ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, റെസിപ്രോസിറ്റി കണ്ടീഷൻ AD മൈനസ് BC ഈക്വൽ ടു 1. സിമ്മട്രി കണ്ടീഷൻ A ഈക്വൽ ടു D. ഇതാണ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ അല്ലെങ്കിൽ ABCD പാരാമീറ്റർ. ഇനി അടുത്ത ലാസ്റ്റത്തെ 6ാമത്തെ പാരാമീറ്റർ എന്നത് ഇൻവേഴ്സ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ. നമ്മൾ ട്രാൻസ്മിഷൻ പാരാമീറ്ററിൻ്റെ നേരെ ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ ടേംസ് ഏതൊക്കെ വരും, ഏതിൻ്റെയൊക്കെ ഇക്വേഷൻ വരും? നേരത്തെ V1 I1 ആയിരുന്നു, ഇവിടെ എന്ത് വരും V2ൻ്റെയും I2ൻ്റെ ഇക്വേഷൻ എഴുതാം. V2ൻ്റെയും I2ൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇക്വേഷൻ ഇതാണ് V2 is equal to A dash V1 plus B dash minus I1. നേരത്തെ നമ്മൾ മൈനസ് I2 ഉള്ള പോലെ ഇവിടെ മൈനസ് I1 ആണ്. അതുപോലെ I2 is equal to എന്ത് വരും C dash V1 plus D dash into മൈനസ് I1. ഓക്കെ, അപ്പോൾ A dash B dash C dash D dash ഈ 4 എന്ത് ഇൻവേഴ്സ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ അല്ലെങ്കിൽ T ഡാഷ് പാരാമീറ്റർ. ഓക്കെ, 4 A ഡാഷ് B ഡാഷ് C ഡാഷ് D ഡാഷ്. ഇനി എന്ത് ചെയ്യുക, A ഡാഷിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും I1 equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V2 by V1 കിട്ടും. V2 by V1. അതുപോലെ C ഡാഷിൻ്റെ വാല്യൂ I2 by V1 when I1 is equal to 0. C dash equal to I2 by V1. B ഡാഷിൻ്റെ വാല്യൂ V2 by minus I1. V2 by minus I1 when V1 is equal to 0. അതുപോലെ D ഡാഷിൻ്റെ വാല്യൂ I2 by minus I1 when V1 is equal to 0. ഓക്കെ, അങ്ങനെ 4 ഇക്വേഷൻസ് കണ്ടുപിടിക്കുക. A ഡാഷ് B ഡാഷ് C ഡാഷ് D ഡാഷ്. ഇനി സിമ്മട്രി കണ്ടീഷനും റെസിപ്രോസിറ്റി ഇൻവേഴ്സ് പോലെ തന്നെയാണ്. ഐ മീൻ ട്രാൻസ്മിഷൻ പാരാമീറ്റർ പോലെ തന്നെയാണ്. സിമ്മട്രി കണ്ടീഷൻ എന്തായിരിക്കും A ഈക്വൽ ടു ഡിയുടെ പകരം ഇവിടെ A ഡാഷ് ഈക്വൽ ടു D ഡാഷ്. അതുപോലെ റെസിപ്രോസിറ്റി കണ്ടീഷൻ A ഡാഷ് D ഡാഷ് മൈനസ് B ഡാഷ് C ഡാഷ് ഇസ് ഈക്വൽ ടു 1. ഇതാണ് റെസിപ്രോസിറ്റി
കണ്ടീഷൻ എ ഡാഷ് ഡി ഡാഷ് മൈനസ് ബി ഡാഷ് സി ഡാഷ് ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെയാണ് നമുക്ക് എത്ര ഇതുണ്ട് 6 പാരാമീറ്റേഴ്സ് നമുക്കിതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, സെഡ് പാരാമീറ്റർ, വൈ പാരാമീറ്റർ, എച്ച് പാരാമീറ്റർ, ജി പാരാമീറ്റർ, ടി പാരാമീറ്റർ ആൻഡ് ടി ഡാഷ് പാരാമീറ്റർ. അങ്ങനെ 6 പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് ഏതിൻ്റെ ബേസിലാണ് ഇക്വേഷൻ എഴുതുന്നത്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇക്വേഷൻ എഴുതുന്നത്, പിന്നെ എല്ലാത്തിൻ്റെയും സിമെട്രി കണ്ടീഷനും റെസിപ്രോസിറ്റി കണ്ടീഷനും. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പോകുന്നോട്ട് നമുക്ക് ഇതിൻ്റെ ടേബിൾ നോക്കാം. എല്ലാം കൂടി സമ്മറൈസ് ചെയ്തൊരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതൊന്ന് നോക്കുക. സെഡ് പാരാമീറ്ററിൽ എക്സ്പ്രസസ് V1 ആൻഡ് V2. ഇക്വേഷൻ എഴുതുന്നത് V1 ആൻഡ് V2 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2. അടുത്ത കോളം എന്താണ്? ഇക്വേഷൻ ആണ്. എന്താണ് ഇക്വേഷൻ എന്നുള്ളത്. പിന്നെ സെഡ് മെട്രിക്സിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രി. മുകളിൽ കൊടുത്തേക്കുന്നത് റെസിപ്രോസിറ്റിൻ്റെ, താഴെ കൊടുത്തേക്കുന്നത് സിമെട്രിയുടെ. അങ്ങനെ ഒരൊറ്റ ടേബിളിൽ നമുക്ക് ആറിൻ്റെയും ഇതുണ്ട്. ഇപ്പോൾ റിവിഷനൊക്കെ വരുമ്പോൾ ഇത് നോക്കി ഈ ടേബിൾ നോക്കാം. ഓക്കെ, അടുത്തെന്തായാലും നമുക്കൊരു പ്രോബ്ലം നോക്കാം. നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്, ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, ടി നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, ടി ഷേപ്പിലുള്ള ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ സെഡ് പാരാമീറ്റർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സെഡ് പാരാമീറ്റർ ഫോർ ദ ടി നെറ്റ്വർക്ക് ഷോൺ ഇൻ ദ ഫിഗർ. ഇതാണ് ടി നെറ്റ്വർക്ക്. V1 I1 ഇൻപുട്ട് സൈഡിലെ വോൾട്ടേജും കറണ്ടും, പിന്നെ 3 ഇമ്പിഡൻസ് തന്നിട്ടുണ്ട്, Z1 Z2 Z3. ടി ഷേപ്പിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ടി ഷേപ്പിലാണ് Z1 Z2 Z3 ഉള്ളത്. അതുപോലെ സെക്കൻഡറിയിലെ കറണ്ട് I2, ഔട്ട്പുട്ടിലെ കറണ്ട് I2, പിന്നെ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് V2. അപ്പോൾ ഇതിൻ്റെ സെഡ് പാരാമീറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സെഡ് പാരാമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ കിർച്ചോഫ്സ് കറണ്ട് ലോ വോൾട്ടേജിൽ ഉപയോഗിക്കുക, KVL ഉപയോഗിക്കുക. ഇവിടെ 2 സർക്യൂട്ടാണ് ഉള്ളത്. 2 സർക്യൂട്ട് കറണ്ട് ഡയറക്ഷൻ നോക്കുക, ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടുത്തെ കറണ്ട് ഡയറക്ഷൻ ഈ ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് പോകുന്നത്. അപ്പോൾ 2 സർക്യൂട്ട് ഉണ്ട് ഇവിടെ. I1 ഫസ്റ്റ് സർക്യൂട്ടും സെക്കൻഡ് സർക്യൂട്ടും. ആ 2 സർക്യൂട്ടിലേക്ക് എന്ത് അപ്ലൈ ചെയ്യുക? കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യാം. കിർച്ചോഫ് വോൾട്ടേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ തൊട്ട് ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്. എന്ത് കിട്ടും? V1ൻ്റെ ഡയറക്ഷൻ എങ്ങനെ പോകുന്നത്? മൈനസ് നിന്ന് പ്ലസ്സിലേക്കാണ്. അപ്പോൾ V1 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് I1 ഇൻറ്റു Z1 പ്ലസ് I1 ഇൻറ്റു Z1 പ്ലസ് എന്ത് കിട്ടും? ഇതിലൂടെയുള്ള കറണ്ട്, ഇതിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? കറണ്ട് എത്രയാണ്? I1 പോകുന്നുണ്ട്, ഈ ഡയറക്ഷനിലേക്ക് എന്ത് പോകുന്നുണ്ട്? I2 പോകുന്നുണ്ട്. അപ്പോൾ I1 പ്ലസ് I2 ഇൻറ്റു Z3, I1 പ്ലസ് I2 ഇൻറ്റു Z3. അപ്പോൾ V1ൻ്റെ ഇക്വേഷൻ കിട്ടി. I1 Z1 പ്ലസ് I1 പ്ലസ് I2 ഇൻറ്റു Z3. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ എന്തിൻ്റെ ടേംസിലാണ് വേണ്ടി? I1ൻ്റെ I2ൻ്റെ ടേംസിലാണ് വേണ്ടിയത്. കാരണം നമുക്ക് സെഡ് പാരാമീറ്ററിൽ V1ൻ്റെ V2 ആണ് ഇക്വേഷൻ എടുക്കുന്നത് ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2. അപ്പോൾ I1 I2 ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ എന്ത് കിട്ടും? ഇവിടെ Z1 ഉണ്ട്, ഇവിടെ Z3 ഉണ്ട്. അപ്പോൾ I1ൽ 2 റെസിസ്റ്റൻസ് ആണുള്ളത്, Z1 Z3. അപ്പോൾ എന്ത് കിട്ടും? Z1 പ്ലസ് Z3 ഇൻറ്റു I1 പ്ലസ് Z3 ഇൻറ്റു I2. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. V1 is equal to Z1 plus Z3 into I1 plus Z3 into I2. ഇനി എന്ത് ചെയ്യുക? രണ്ടാമത്തെ സർക്യൂട്ടിൽ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്യുക. KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? V2 is equal to ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? V2 is equal to എന്ത് കിട്ടും? ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് കിട്ടും? V2 is equal to I2 Z2 പ്ലസ് I2 പ്ലസ് I1 ഇൻറ്റു Z3. നേരത്തെ നമ്മൾ ചെയ്ത പോലെ Z3യിൽ 2 കറണ്ടും ഫ്ലോ ചെയ്യുന്നുണ്ട്, I2ഉം I1 ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടും? I2 പ്ലസ് I1 ഇൻറ്റു Z3. V2 is equal to I2 Z2 പ്ലസ് I2 പ്ലസ് I1 ഇൻറ്റു Z3. ഇന്നൊന്ന് റീഅറേഞ്ച് ചെയ്യുക. I1 ഇവിടെ എടുക്കുക, I2 ഇപ്പുറത്ത് വരിക. I1ൻ്റെ സ്ഥലത്ത് എന്താ ഉള്ള? I1 ഇൻറ്റു Z3 പ്ലസ് ഇവിടെ ഓൾറെഡി Z2 ഇൻറ്റു I2 ഉണ്ട്, അതുകൂടാണ്ട് എന്ത് വരും? I2 ഇൻറ്റു Z3 വരും. അപ്പോൾ Z3 പ്ലസ് Z2 ഇൻറ്റു I2 എന്ന് കിട്ടും. അപ്പോൾ Z3 I1 പ്ലസ് Z2 പ്ലസ് Z3 ഇൻറ്റു I2. അപ്പോൾ 2 ഇക്വേഷൻസ് ആയി. നമുക്ക് 2 ഇക്വേഷൻ ആയാലും എന്ത് ആക്കാം? എൻ്റെ മെട്രിക്സ് ഫോമിലാക്കാം. എന്ത് കിട്ടും? ഫസ്റ്റ് V1 ഇൻപുട്ട് സൈഡിൽ ഏതാണ്? V1 V2. മെട്രിക്സ് ഏത് വരും? ഫസ്റ്റത്തെ Z1 പ്ലസ് Z3, രണ്ടാമത്തെ Z3, മൂന്നാമത്തെ I3 സ്ഥലത്ത് Z3, ഇവിടെ Z2 പ്ലസ് Z3. ഇതാണ് നമ്മുടെ എന്ത് Z മെട്രിക്സ് എന്ന് പറയുന്നത് ഇൻറ്റു I1 I2. ഓക്കെ, അപ്പോൾ Z മെട്രിക്സ് എന്താണ്? Z1 പ്ലസ് Z3 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 Z2 പ്ലസ് Z3. നമുക്കൊരു കാര്യം മനസ്സിലാവും. ടി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ടി നെറ്റ്വർക്ക്. ഫസ്റ്റത്തെ Z11ൻ്റെ വാല്യൂ എന്തായിരിക്കും? പോർട്ട് 1ൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് പ്ലസ് രണ്ടിനും കോമൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഇത് Z1ഉം ഇത് Z3 ആണെങ്കിൽ ഫസ്റ്റത്തെ വാല്യൂ എന്തായിരിക്കും? Z1 പ്ലസ് Z3. ഇനി Z12ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1നും 2നും കോമൺ ആയിട്ടുള്ള ഇമ്പിഡൻസ് ഏതാണ്? Z3.
ഓക്കെ. Z2 എന്ന് വെച്ചാൽ എന്താ, 2 എന്ന് വെച്ചാൽ Z2 എന്ന് വെച്ചാൽ എന്താ, 2ക്കും 1നും കോമൺ. Z2 കോമൺ ഏതാണ്, Z3 തന്നെയാണ്. അപ്പോൾ വീണ്ടും എന്ത് വരും, Z3. അടുത്തെന്താ Z22, ഔട്ട്പുട്ടിലുള്ള ഇമ്പഡൻസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ടിൽ അതുണ്ട് Z2 ഉണ്ട്, അത് കൂടാണ്ട് എന്തുണ്ട്, രണ്ടിനും കോമൺ ആയിട്ട് Z3 ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും, Z2 പ്ലസ് Z3 എന്ന് കിട്ടും. അപ്പോൾ T നെറ്റ്വർക്കിൻ്റെ 3 ഇമ്പഡൻസ് നമുക്ക് തന്നാൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. Z പാരാമീറ്റർ ഫസ്റ്റ് വാല്യൂ എന്തായിരിക്കും, Z1ലുള്ള വാല്യൂ പ്ലസ് 3ലുള്ള വാല്യൂ, കോമൺ ആയിട്ടുള്ള വാല്യൂ രണ്ട് ആഡ് ചെയ്യുക. Z12ഉം Z2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, രണ്ടിനും കോമൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് മാത്രം, ഇമ്പഡൻസ് മാത്രം, അത് Z3. മൂന്നാമത്തെ Z22 എന്ന് പറയുന്നത് 2ൽ ഓൾറെഡി ഉള്ള ഇമ്പഡൻസ് പ്ലസ് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഇമ്പഡൻസ്, Z2 പ്ലസ് Z3 എന്ന് കിട്ടും. ഇതാണ് എന്ത്, എന്നൊരു ക്വസ്റ്റ്യൻ തന്നാൽ അതിൻ്റെ Z പാരാമീറ്റർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി, ഫൈൻഡ് ഔട്ട് Y11. നമുക്കൊരു T നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ Y11 എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. Y11 കണ്ടുപിടിക്കുക. അപ്പോൾ Z പാരാമീറ്ററിലാണ് തന്നേക്കുന്നത്, Z11, Z2, Z3 ആണ് തന്നേക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത് Y ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു മെട്രിക്സ് Y എന്ന് വെച്ചാൽ എന്താണ്, മെട്രിക്സ് Z-ൻ്റെ എന്തായിരിക്കും, ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ Y കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആദ്യം എന്ത് കണ്ടുപിടിക്കുക, Z കണ്ടുപിടിക്കുക, Z-ൻ്റെ എന്തെടുക്കുക, ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് പഠിച്ചിരുന്നു, T നെറ്റ്വർക്ക് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, Z നെറ്റ്വർക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. Z നെറ്റ്വർക്ക് ഈക്വൽ ടു Z1 പ്ലസ് Z3 പ്ലസ് Z3, Z2 പ്ലസ് Z3. Z1ൻ്റെ വാല്യൂ എത്രയാണ്, Z1ൻ്റെ വാല്യൂ 3 ആണ്, Z2 6, Z3യുടെ വാല്യൂ 4 ആണ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. Z1 പ്ലസ് Z3 എന്ന് വെച്ചാൽ 3 പ്ലസ് 4, Z3യുടെ വാല്യൂ 4 ആണ്, Z3യുടെ വാല്യൂ 4 Ohm ആണ്, Z2 പ്ലസ് Z3 എന്ന് പറയുന്നത് 6 പ്ലസ് 4. അപ്പോൾ 7, 4, 4, 10. ഇതാണ് Z മെട്രിക്സ്. പക്ഷെ നമുക്ക് ചോദിച്ചേക്കുന്നത് Y ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് അല്ല. അപ്പോൾ Y ഈക്വൽ ടു എന്തായിരിക്കും, Z ഇൻവേഴ്സ് ആയിരിക്കും. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക, adjoint of Z divided by determinant of Z. adjoint of Z divided by determinant of Z. അപ്പോൾ ആദ്യം നമുക്ക് എന്തറിയണം, adjoint കണ്ടുപിടിക്കാൻ അറിയണം. adjoint കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാം. ഓക്കെ. 7-ലെടുത്ത് 10 കൊടുക്കുക, 10-ലെടുത്ത് 7 കൊടുക്കുക. മാത്സിൽ നമ്മൾ പഠിച്ചതാണ്. 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് ടേമിനും തേർഡ് ടേമിനും എന്ത് ഇട്ട് കൊടുക്കുക, മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 10ഉം 7 ഇൻ്റർചേഞ്ച്. അപ്പോൾ 10 ഇവിടെ വരും, 7 ഫോർത്ത് പൊസിഷനിൽ വരും. പിന്നെ ബാക്കി രണ്ടാമത്തിനും നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുക്കുക, -4, -4. അപ്പോൾ അഡ്ജോയിൻറ്റ് Z കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം, ഡിറ്റർമിനൻറ്റ് Z കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻറ്റ് Z എങ്ങനെ കണ്ടുപിടിക്കും, 7 × 10 -4 × 4, 7 × 10 -4 × 4. ഓക്കെ. അപ്പോൾ നമ്മുടെ Yൻ്റെ വാല്യൂ എന്തായിരിക്കും, 1/7 × 10 -4 × 4. അപ്പോൾ എന്ത് കിട്ടും, 1/70/16 × 10 -4 -4 7 കിട്ടും. 1/70 -16 54 കിട്ടും. അപ്പോൾ 10 -4 -4 7. ഓക്കെ. പക്ഷെ നമ്മളിത് ചോദിച്ചേക്കുന്നത് Y11 മാത്രം കണ്ടുപിടിക്കാൻ ചോദിച്ചില്ല, ഈ ഒരു ടേം മാത്രമേ ചോദിച്ചില്ല. അപ്പോൾ എന്തായിരിക്കും, 10 / 54, 10 / 54 അല്ലെങ്കിൽ 5/27. / 2 ചെയ്താൽ 5/27 കിട്ടും. ഇതാണ് Y11ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി Y12ൻ്റെ വാല്യൂ ആണ് ചോദിച്ചെങ്കിലും Y12ൻ്റെ വാല്യൂ എന്തായിരിക്കും, -4/54. ഓക്കെ. Y21ൻ്റെ വാല്യൂ വീണ്ടും -4/54. Y22യുടെ വാല്യൂ എന്തായിരിക്കും, Y22യുടെ വാല്യൂ 7/54. ഇങ്ങനെയാണ് Y പാരാമീറ്റർ ചോദിച്ചാൽ എന്ത് ചെയ്യുക, ആദ്യം Z കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. ഓക്കെ. ഇനി അടുത്തത്, ഫൈൻഡ് ദ Y പാരാമീറ്റർ ഫോർ ദ പൈ നെറ്റ്വർക്ക് ഷോൺ. നമുക്കൊരു പൈ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. നേരത്തെ T നെറ്റ്വർക്ക് ആയിരുന്നു, ഇതെന്താണ്, പൈ ഷേപ്പിലാണ്. ഓക്കെ. പൈ ഷേപ്പിലാണ് എന്ത് ചെയ്യുക, 3 അഡ്മിറ്റൻസ് ഇമ്പഡൻസ് തന്നേക്കാണ് പൈ ഷേപ്പിൽ. ഇപ്പോൾ ഇവിടെ ഒരു ഇമ്പഡൻസ് ഉണ്ട്, ഇവിടെ ഒരു ഇമ്പഡൻസ് ഉണ്ട്, ഇവിടെ ഒരു ഇമ്പഡൻസ് ഉണ്ട്. ഇതാണ് പൈ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പൈ ഷേപ്പിൽ എന്ത് തന്നേക്കാണ്, നമുക്കൊരു ഇമ്പഡൻസ് തന്നേക്കാണ്. ഓക്കെ. പൈ നെറ്റ്വർക്ക്, ആ പൈ നെറ്റ്വർക്കിൻ്റെ Y പാരാമീറ്ററാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്, Y പാരാമീറ്റർ. ഓക്കെ. ഇതിൽ ഇമ്പഡൻസ് അല്ല, സോറി, അഡ്മിറ്റൻസ് ആണ് തന്നേക്കുന്നത്. YA, YB, YC. Y എന്ന് പറഞ്ഞാൽ അഡ്മിറ്റൻസ് ആണ്, YA, YB, YC. ഇങ്ങനെയാണ് ഇതിൻ്റെ പൈ നെറ്റ്വർക്കിൻ്റെ പാരാമീറ്റർ കണ്ടുപിടിക്കുക. നമുക്ക് ഇവിടെ 2 പോർട്ടാണുള്ളത്, ഫസ്റ്റ് പോർട്ട്, സെക്കൻഡ് പോർട്ട്. ആദ്യം എന്ത് ചെയ്യുക, KCL അപ്ലൈ ചെയ്യുക, കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ ചെയ്യുക. അതാണ് ഈ ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട്. ഇവിടെ ഒരു കറണ്ട് വരുന്നുണ്ട്, ഈ ഒരു കറണ്ട് ലീവ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ പോർട്ട് 2 ലോ I2 എന്ന് പറഞ്ഞ കറണ്ട് വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു കറണ്ട് ലീവ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു കറണ്ട് ജംഗ്ഷനിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ 2 ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യത്തെ പോർട്ട് 1-ൽ നോക്കുക. പോർട്ട് 1-ൽ വരുന്ന കറണ്ട് ഏതാണ്, I1 ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ I1 = എന്തെന്ന് കിട്ടും, ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ഏതാ, V1/Z ആണ് സാധാരണ ഉണ്ടാവുക. V1/Z, വോൾട്ടേജ് ബൈ ഇമ്പഡൻസ് ആണ് എന്ത്,
റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കറണ്ട് എന്ന് വിളിക്കുന്നത് V1/Z. അപ്പോൾ 1/Z എന്ന് വെച്ചാൽ എന്താ നമുക്ക് എന്ത് എഴുതാം? 1/Z ആണ് എന്ത് Y എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കറണ്ട് എന്തായിരിക്കും? V1 ഇൻറ്റു YA എന്ന് വരും. 1/Z പകരം Y ഇട്ട് കൊടുത്താൽ V1 ഇൻറ്റു YA. ഓക്കെ, ജംഗ്ഷനിൽ പുറത്തേക്ക് പോകുന്ന കറണ്ടാണ് V1 ഇൻറ്റു YA. ഇനി അടുത്ത പുറത്തേക്ക് പോകുന്ന കറണ്ട് ഏതാ? ഈ ഒരു കറണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ? എന്തായിരിക്കും? V1 മൈനസ് V2 ഇൻറ്റു YB. V1 മൈനസ് V2 ഇൻറ്റു YB. അതെന്തായിരിക്കും? ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് ഏതാണെന്ന് പറഞ്ഞു? I1 എന്ന് പറഞ്ഞു. ഓക്കെ, Y പാരാമീറ്ററാണ് ചോദിച്ചത്. നമുക്ക് ഇക്വേഷൻ എന്തിൽ എഴുതണം? I1 എഴുതണം അല്ല. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? V1 ഇവിടെ ഒരു V1 ടേം വരുന്നുണ്ട്, ഇവിടെയും ഒരു V1 ടേം വരുന്നുണ്ട്. അത് കോമൺ ആയിട്ട് എടുത്ത് എന്ത് കിട്ടും? YA പ്ലസ് YB ഇൻറ്റു V1. I1 ഈസ് ഈക്വൽ ടു YA പ്ലസ് YB ഇൻറ്റു V1 മൈനസ് YB ഇൻറ്റു V2. അപ്പോൾ I1ൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. I1 ഈസ് ഈക്വൽ ടു YA പ്ലസ് YB ഇൻറ്റു V1 മൈനസ് YB ഇൻറ്റു V2. ഇനി പോർട്ട് 2 രണ്ടാമത്തെ പോർട്ടിൽ ഏത് വരും? രണ്ടാമത്തെ പോർട്ട് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് ഏതാ? I2 ജംഗ്ഷനിലേക്ക് വരുന്നുണ്ട്. അതേപോലെ V1 മൈനസ് V2 ഇൻറ്റു YB എന്ന് പറഞ്ഞ കറണ്ട് എന്താണ്? ജംഗ്ഷനിലേക്കാണ് വരുന്നത്. ജംഗ്ഷനിൽ ലീവ് ചെയ്യുന്നത് YC എന്ന് പറഞ്ഞ ഇതാണ്. YCയിലൂടെയുള്ള കറണ്ടാണ് എന്ത് ചെയ്യുന്നത്? ലീവ് ചെയ്യുന്നത്. അപ്പോൾ എൻട്രിങ് കറണ്ട് ഏതൊക്കെയാണ്? I2 പ്ലസ് V1 മൈനസ് V2 ഇൻറ്റു YB. രണ്ട് കറണ്ട് എൻറ്റർ ചെയ്യുന്നുണ്ട്. ലീവ് ചെയ്യുന്നത് V2 ഇൻറ്റു YC. V2 ഇൻറ്റു YC. ഇനി Y പാരാമീറ്ററിൽ എന്തിൻ്റെയൊക്കെ ഇക്വേഷൻ എഴുതുന്നത്? I1ൻ്റെ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത I2ൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ I2ൻ്റെ ഇവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ അപ്പർ സൈഡ് കൊണ്ടുപോകാം. ഇത് കിട്ടും V2 ഇൻറ്റു YC. ഇവിടെ V1 മൈനസ് V2 ഇൻറ്റു YB ആണ്. അപ്പുറത്തെത്തുമ്പോൾ എന്ത് വരും? V2 മൈനസ് V1 ആവും. ഓക്കെ, സൈന് ചേഞ്ച് ആവും. V2 മൈനസ് V1 ഇൻറ്റു YB. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. V1ൻ്റെ ടേം ആദ്യം ചെയ്ത് എന്നിട്ടും V1 എന്ന് പറഞ്ഞാൽ മൈനസ് V1 ഇൻറ്റു YB പ്ലസ് ഇവിടെ YC ഉണ്ട്, ഇവിടെയും ഇവിടെ YC ഉണ്ട്, ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? V2 ഉണ്ട്, ഇവിടെയും V2 ഉണ്ട്. രണ്ട് കോമൺ ആയിട്ട് എടുത്താൽ YB പ്ലസ് YC ഇൻറ്റു V2. അപ്പോൾ I2ൻ്റെ ഇക്വേഷൻ എന്താണ്? മൈനസ് YB V1 പ്ലസ് YB പ്ലസ് YC ഇൻറ്റു V2. അപ്പോൾ I2ൻ്റെ ഇക്വേഷൻ എഴുതി. ഇവിടെ V1ൻ്റെ ടേം ഏതാ? YA പ്ലസ് YB. V2യുടെ ടേം മൈനസ് YB. അപ്പോൾ Y11ൻ്റെ വാല്യൂ ആണിത്. Y11, Y12, Y21, Y22. അപ്പോൾ ഇതിൻ്റെ മെട്രിക്സ് ആക്കി എന്ത് കിട്ടും? മെട്രിക്സ് ആക്കിയാൽ Y11 എന്ന് പറഞ്ഞാൽ എന്താണ്? YA പ്ലസ് YB, Y12 മൈനസ് YB, Y21 മൈനസ് YB, Y22 YB പ്ലസ് YC. ഇതാണ് നമ്മുടെ എന്ത് മെട്രിക്സ്? Y മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. Y മെട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഇതിനൊരു ഷോർട്ട് കട്ടായിട്ട് എന്തെന്ന് പറയാം? ഇതാണ് നമ്മൾ പൈ നെറ്റ്വർക്ക് എങ്കിൽ എന്ത് ചെയ്താൽ മതി? മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യത്തെ ടേം എന്താ? YA പ്ലസ് YB. ഇത് A, ഇത് B, ഇത് C ആണെന്ന് വിചാരിക്കാം. YA പ്ലസ് YB, അതായത് ഫസ്റ്റ് ഇൻപുട്ട് പോർട്ടിൽ ബന്ധപ്പെടുന്ന രണ്ട് ഇമ്പിഡൻസ് ഏതാണ്? ഇതും ഇതും. ഓക്കെ, രണ്ട് അഡ്മിറ്റൻസ്. രണ്ടാമത്തെ എന്താണ്? 1നും 2നും കോമൺ ആയിട്ടുള്ള ഇമ്പിഡൻസ് ഇതാണ്. YB ആണ് രണ്ടിനും കോമൺ ആയിട്ടുള്ള. മൂന്നാമത്തേതോ അത് തന്നെയാണ്, 1നും 2നും കോമൺ ആയിട്ടുള്ളത്. നാലാമത്തെ ടേം എന്തായിരിക്കും? സെക്കൻഡിന് കോമൺ ആയിട്ടുള്ള ഏതാണ്? Cയും വരും Bയും വരും. രണ്ടാമത്തെ പോർട്ടിൽ Cയും Bയും. അപ്പോൾ YB പ്ലസ് YC. അപ്പോൾ Y മെട്രിക്സ് എന്ന് പറഞ്ഞത് YA പ്ലസ് YB മൈനസ് YB മൈനസ് YB YB പ്ലസ് YC. ഇതാണ് പൈ നെറ്റ്വർക്കിൽ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റാം. ഓക്കെ, ഇനി ഒരു ഇതും കൂടി നോക്കാം. ഫൈൻഡ് Y പാരാമീറ്റർ. ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. Y പാരാമീറ്റർ കണ്ടുപിടിക്കുക. ഏത് നെറ്റ്വർക്കായത്? പൈ നെറ്റ്വർക്കാണ് അല്ലേ? പൈ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ നോക്കിയേ? Y പാരാമീറ്റർ എഴുതാൻ വേണ്ടി പറ്റും. നോക്കിയേ, ഫസ്റ്റത്തെ ഏതാ? 1/2 1/3 എന്തായിരിക്കും? 1/2 പ്ലസ് 1/3. രണ്ടാമത്തേതാണ് മൈനസ് 1/3 മൈനസ് 1/3. അടുത്തേതാ? 1/2 പ്ലസ് 1/3. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തും ഇങ്ങനെ നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതെന്താണ്? തെറ്റാനുള്ള കാരണം എന്താ? നമുക്ക് Y പാരാമീറ്റർ ആണ് ഇങ്ങനെ എഴുതാൻ പറ്റുക. പക്ഷേ ഇത് തന്നേക്കുന്നത് എന്താണ്? ഓമിലാണ് തന്നേക്കുന്നത്. Z-ൻ്റെ വാല്യൂ ആണ് തന്നേക്കുന്നത്. നമുക്ക് Y-യുടെ വാല്യൂ ആണ് തന്നിരുന്നെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് എഴുതായിരുന്നു. ഇക്വേഷൻ ഡയറക്റ്റ് YA പ്ലസ് YB എന്ന് എഴുതായിരുന്നു. പക്ഷേ ഇതിൽ YA പ്ലസ് YB അല്ല തന്നേക്കുന്നത്. എന്താണ്? ZA ZB എന്നൊക്കെയാണ് തന്നേക്കുന്നത്. അപ്പോൾ ആദ്യം എന്താക്കി മാറ്റണം? അതിനെ Y-ലേക്ക് മാറ്റണം. Y-ലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 1/2യുടെ ഇൻവേഴ്സ് എത്രയാണ്? 2. 3 ഇവിടെ 2. അതാണ് നമ്മുടെ Y. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ 3 2 2 എന്ന് എഴുതാം. ഓക്കെ, 3 2 2. അപ്പോൾ എന്ത് കിട്ടും? ഡയറക്റ്റ് ആയിട്ട് 2 പ്ലസ് 3. രണ്ടാമത്തേതാണ് -3 -3 2 പ്ലസ് 3. ഇതാണ് നമ്മുടെ എന്ത്? Y മെട്രിക്സ് എന്ന് പറഞ്ഞത്. 2 പ്ലസ് 3 -3 -3 2 പ്ലസ് 3 എന്ത് കിട്ടും? വാല്യൂ 5 -3 -3 5. ഇതാണ് നമ്മുടെ Y പാരാമീറ്റർ. കാരണം ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് Z ആയതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്ത ഇൻവേഴ്സ് ആയിട്ട് അതിൻ്റെ ഓരോ ടേമിൻ്റെ ഇൻവേഴ്സ് എടുത്തിട്ട് എടുത്ത് എഴുതാം. ഓക്കെ, ഇതാണ് Y പാരാമീറ്ററിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞതാണ്
ഇന്റർ കണക്ഷൻ ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക്. ഇന്റർ കണക്ഷൻ ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക്, അതായത് നമുക്ക് രണ്ട് നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. രണ്ട് നെറ്റ്വർക്ക് ചിലപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ സീരീസ് പാരലലാണ്, പാരലൽ സീരീസ് ആണ്. അങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ടൻ്റ് മെട്രിക്സ് വരിക, റിസൾട്ടൻ്റ് പാരാമീറ്റർ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇന്റർ കണക്ഷൻ ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക്, ഇതിലും 6 കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് സീരീസ് നെറ്റ്വർക്ക്. സീരീസ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഇതാണ്, രണ്ട് നെറ്റ്വർക്ക് ഉണ്ട്, ഇത് രണ്ട് സെഡ് നെറ്റ്വർക്ക്സ് ഉണ്ട്, രണ്ട് നെറ്റ്വർക്ക് സീരീസ് ആയിട്ട് വെച്ചേക്കാണ്. ഓക്കെ, സീരീസ് വെച്ച് എങ്ങനെ മനസ്സിലാവും? കാരണം ഓക്കെ, സെയിം കറണ്ടാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് രണ്ട് നെറ്റ്വർക്ക്, പക്ഷേ വോൾട്ടേജ് എന്തായി പോകുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സെയിം കറണ്ട് സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ സർക്യൂട്ടാണ് എന്ത്, സീരീസ് സർക്യൂട്ട്. ഇപ്പോൾ രണ്ട് നെറ്റ്വർക്ക് ഉണ്ട്. ഫസ്റ്റ് നെറ്റ്വർക്കിൻ്റെ ഇമ്പഡൻസ് പാരാമീറ്റർ എന്താണ്, സെഡ് ഡാഷ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ സെഡ് ഡബിൾ ഡാഷ് എന്ന് വിളിക്കാം. അപ്പോൾ സെഡ് ഡാഷ് ഇക്വൽ ടു എന്തായിരിക്കും, Z11 ഡാഷ്, Z12 ഡാഷ്, Z21 ഡാഷ്, Z22 ഡാഷ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നെറ്റ്വർക്കിൻ്റെ. ഇപ്പോൾ രണ്ടാമത്തെ നെറ്റ്വർക്ക് എന്തായിരിക്കും, സെഡ് ഡബിൾ ഡാഷിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഒന്നുമില്ല, Z11 ഡബിൾ ഡാഷ്, Z12 ഡബിൾ ഡാഷ്, Z21 ഡബിൾ ഡാഷ്, Z22 ഡബിൾ ഡാഷ്. അങ്ങനെ രണ്ട് നെറ്റ്വർക്കിൻ്റെ മെട്രിക്സ് ആണ് തന്നേക്കുന്നത്, സെഡ് ഡാഷും സെഡ് ഡബിൾ ഡാഷും. അങ്ങനെയാണെങ്കിൽ രണ്ട് നെറ്റ്വർക്ക് സീരീസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിനെയും പുതിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത് ഒരു കോമ്പിനേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന് നമുക്ക് സെഡ് എന്ന് വിളിക്കാം. കോമ്പിനേഷനിൽ സെഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, രണ്ടിനെ എന്ത് ചെയ്യാൻ മതി, രണ്ടിനെയും ആഡ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ Z11 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആദ്യത്തെ മെട്രിക്സിൻ്റെ Z11, അതാണ് Z11 ഡാഷ് പ്ലസ് രണ്ടാമത്തെ നെറ്റ്വർക്കിൻ്റെ Z11. അപ്പോൾ Z11 ഡാഷ് പ്ലസ് Z11 ഡബിൾ ഡാഷ്, Z12 ഡാഷ് പ്ലസ് Z12 ഡബിൾ ഡാഷ്, Z21 ഡാഷ് പ്ലസ് Z21 ഡബിൾ ഡാഷ്, Z22 ഡാഷ് പ്ലസ് Z22 ഡബിൾ ഡാഷ്. എന്ന് വെച്ചാൽ രണ്ട് നെറ്റ്വർക്ക് സീരീസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് സെഡ് നെറ്റ്വർക്ക് സീരീസ് ആയി തന്നിട്ടുണ്ടെങ്കിൽ പുതിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓരോ ഇൻഡിവിജ്വൽ ടേമിന് എന്ത് ചെയ്താൽ മതി, സം ചെയ്താൽ മതി. രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് സീരീസ് നെറ്റ്വർക്ക്. ഇനി അടുത്ത് എന്താ, രണ്ട് പാരലൽ നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. പാരലൽ നമ്മൾ പറയുന്നത് അഡ്മിറ്റൻസ് Y നെറ്റ്വർക്കിലേക്കാണ് പാരലൽ വരുന്നത്. ഓക്കെ, പാരലൽ എന്ന് വെച്ചാൽ എന്താ, ഇവിടെ നോക്കിയാൽ പാരലൽ എന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്, ഒരു ഭാഗം ഇങ്ങോട്ടും പോകുന്നുണ്ട്. കറണ്ട് ഡിവൈഡ് ചെയ്യും, പക്ഷേ വോൾട്ടേജ് എന്താണ്, രണ്ടിനും സെയിം ആണ്. രണ്ട് നെറ്റ്വർക്കിനും വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ഇൻപുട്ട് സൈഡിലും സെയിം പാരലലാണ്, ഔട്ട്പുട്ട് സൈഡിലും എന്താണ്, പാരലലാണ്. അപ്പോൾ രണ്ട് നെറ്റ്വർക്ക് പാരലായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ നെറ്റ്വർക്കിൻ്റെ Y ഡാഷും രണ്ടാമത്തെ Y ഡബിൾ ഡാഷും ആണെങ്കിൽ പുതിയ നെറ്റ്വർക്ക് കോമ്പിനേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ രണ്ടും എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. Y11 ഡാഷ് പ്ലസ് Y11 ഡബിൾ ഡാഷ്, Y12 ഡാഷ് പ്ലസ് Y12 ഡബിൾ ഡാഷ്, Y21 ഡാഷ് പ്ലസ് Y21 ഡബിൾ ഡാഷ്, അതുപോലെ Y22 ഡാഷ് പ്ലസ് Y22 ഡബിൾ ഡാഷ്. രണ്ടും എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സീരീസ് ആണെങ്കിൽ പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. ഇനി അടുത്ത ഇമ്പോർട്ടൻസ് ആണ് കാസ്കേഡഡ് നെറ്റ്വർക്ക്. ഇതിൽ മാത്രമേ ഒരു ചേഞ്ച് വരുന്നുള്ളൂ. കാസ്കേഡ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ രണ്ട് നെറ്റ്വർക്ക് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്, A1 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ഉണ്ട്, A2 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഇത് ABCD പാരാമീറ്ററിലാണ് എന്ത് വരുന്നത്, കാസ്കേഡ് നെറ്റ്വർക്ക് വരുന്നത്. ABCD അല്ലെങ്കിൽ T പാരാമീറ്ററിൽ. ഓക്കെ, രണ്ട് നെറ്റ്വർക്ക് കാസ്കേഡിങ് വെച്ചാൽ എന്താ, ഒന്നിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് അടുത്തതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നതാണ് ഇത് കാസ്കേഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തത് A ഡാഷും രണ്ടാമത്തത് A ഡബിൾ ഡാഷും ആണെങ്കിൽ കാസ്കേഡ് നെറ്റ്വർക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, രണ്ട് ഇതിൻ്റെ മെട്രിക്സിന് എന്തായിരിക്കും, മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഇതുവരെ നമ്മൾ ആഡ് ആണ് ചെയ്തത്, പക്ഷേ കാസ്കേഡിങ് വരുമ്പോൾ രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ പുതിയ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, A ഡാഷ് B ഡാഷ് C ഡാഷ് D ഡാഷ്, ആ മെട്രിക്സ് ഇൻറ്റു ആദ്യത്തെ മെട്രിക്സ് ഇൻറ്റു രണ്ടാമത്തേൻ്റെ മെട്രിക്സ് A ഡബിൾ ഡാഷ് B ഡബിൾ ഡാഷ് C ഡബിൾ ഡാഷ് D ഡബിൾ ഡാഷ്. ഓക്കെ, രണ്ട് മെട്രിക്സ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാണ് കാസ്കേഡിങ്ങിൽ ചെയ്യുന്നത്. നേരത്തെ സീരീസിലും പാരലൽ എന്തായിരുന്നു ചെയ്താൽ, രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുക. കാസ്കേഡിങ് വരുമ്പോൾ രണ്ട് മെട്രിക്സ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സീരീസ് പാരലൽ നെറ്റ്വർക്ക്. സീരീസ് പാരലൽ നെറ്റ്വർക്ക്, സീരീസ് പാരലൽ എന്ന് വെച്ചാൽ എന്താ, ഇൻപുട്ട് സൈഡിൽ സീരീസും ഔട്ട്പുട്ട് ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. സീരീസ് പാരലൽ, ഇൻപുട്ട് സൈഡിൽ സീരീസും ഔട്ട്പുട്ട് സൈഡിൽ പാരലലും ആണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് സൈഡിൽ എങ്ങനെ സീരീസ് ചെയ്ത് നോക്കിയാൽ കറണ്ട് സെയിം, വോൾട്ടേജ് എന്തായിരുന്നുണ്ട്, ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഔട്ട്പുട്ട് സൈഡിലോ പാരലലാണ്, കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്, വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇത് യൂസ്, ഇപ്പോൾ ആദ്യത്തെ നെറ്റ്വർക്കിൻ്റെ N ഡാഷ് രണ്ടാമത്തെ N ഡബിൾ ഡാഷും ആണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്, H പാരാമീറ്ററിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. H പാരാമീറ്ററാണ് എന്ത്, സീരീസ് പാരലൽ കണ്ടീഷനിൽ വരുന്നത്. സീരീസ് പാരലൽ എന്ത് ചെയ്താൽ മതി, പുതിയ കോമ്പിനേഷൻ്റെ മെട്രിക്സ് എന്തായിരിക്കും, രണ്ടിനെ ആഡ് ചെയ്യുക. നമ്മൾ ആദ്യത്തിലൊക്കെ ചെയ്ത പോലെ ആഡ് ചെയ്യുക. H11 ഡാഷ് പ്ലസ് H11 ഡബിൾ ഡാഷ്, H12 ഡാഷ് പ്ലസ് H12 ഡബിൾ ഡാഷ്, H21 ഡാഷ് പ്ലസ് H21 ഡബിൾ ഡാഷ്, H22 ഡാഷ് പ്ലസ് H22 ഡബിൾ ഡാഷ്. അപ്പോൾ പുതിയ കോമ്പിനേഷൻ നെറ്റ്വർക്ക് രണ്ടും എന്ത് ചെയ്താൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തത് പാരലൽ സീരീസ് നെറ്റ്വർക്ക്. ഇൻപുട്ട് സൈഡ് പാരലലും ഔട്ട്പുട്ട് സൈഡ് എന്താണ്,
സീരീസ് ആണ്, പാരലൽ സീരീസ് നെറ്റ്വർക്ക്. ഇൻപുട്ട് സൈഡിൽ എന്താണ് പാരലൽ ആണ്. നോക്കുക, വോൾട്ടേജ് സെയിം, കറണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. ഔട്ട്പുട്ട് സൈഡിലോ കറണ്ട് സെയിം, വോൾട്ടേജ് രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നെറ്റ്വർക്കിന് N ഡാഷും രണ്ടാമത്തെ N ഡബിൾ ഡാഷും ആണ് പാരലൽ സീരീസ്. ഇൻപുട്ടിൽ പാരലൽ, ഔട്ട്പുട്ടിൽ സീരീസ്. അത് വരുന്നത് ഏത് പാരാമീറ്ററിലാണ്? G പാരാമീറ്ററിലാണ് അത് വരുന്നത്. ഇൻപുട്ട് സീരീസ് പാരലലും ഔട്ട്പുട്ട് സീരീസ്. ഇപ്പോൾ G പാരാമീറ്റർ എന്ത് ചെയ്താൽ മതി? രണ്ടും നേരത്തെ ചെയ്തപോലെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ G11 ഡാഷ് പ്ലസ് G11 ഡബിൾ ഡാഷ്, G12 ഡാഷ് പ്ലസ് G12 ഡബിൾ ഡാഷ്, G21 ഡാഷ് പ്ലസ് G21 ഡബിൾ ഡാഷ്, G22 ഡാഷ് പ്ലസ് G22 ഡബിൾ ഡാഷ്. ഇതാണ് പാരലൽ സീരീസിൽ വരുന്നത്. ഓക്കെ, ലാസ്റ്റത്തത് ലാറ്റിസ് നെറ്റ്വർക്ക്. ഒരു എക്സ്ട്രാ നെറ്റ്വർക്കാണ്. നോക്കാം, ഇതിൽ 4 ഇംപെഡൻസസ് ഉണ്ട്. Z1, Z2, Z3, Z4. 4 Z1, Z2, Z3, Z4. അതിൽ 2 സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്, Z3യും Z1ഉം. Z3യും Z1. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്ട്രെയിറ്റ് ആം ഇംപെഡൻസ്. സ്ട്രെയിറ്റ് ആയി വെച്ചേക്കുന്നതുകൊണ്ട് സ്ട്രെയിറ്റ് ആം ഇംപെഡൻസ്. ബാക്കി 2 എന്താണ്? ക്രോസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. Z2ഉം Z4ഉം ക്രോസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അതിനെന്തെന്ന് വിളിക്കും? ക്രോസ് ആം ഇംപെഡൻസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ Z1ഉം Z3 എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആം ഇംപെഡൻസും, അതേപോലെ Z2ഉം Z4 എന്ന് പറയുന്നത് എന്താണ്? ക്രോസ് ആം ഇംപെഡൻസ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്നുള്ളത് എന്താണ്? സിമ്മട്രി കണ്ടീഷനാണ്. Z1 ഈക്വൽ ടു Z3. സിമ്മട്രി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് ആം ഇംപെഡൻസ് എത്ര ആയിരിക്കണം? രണ്ടും സെയിം ആയിരിക്കണം. സ്ട്രെയിറ്റ് ആം ഇംപെഡൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇനി റെസിപ്രോസിറ്റി കണ്ടീഷൻ ആണെങ്കിലോ ക്രോസ് ആം ഇംപെഡൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ക്രോസ് ആം ഇംപെഡൻസ് സെയിം ആയിരിക്കണം. Z2 ഈസ് ഈക്വൽ ടു Z4 ആണെങ്കിൽ റെസിപ്രോസിറ്റി കണ്ടീഷനും, Z1 ഈസ് ഈക്വൽ ടു Z3 ആണെങ്കിൽ എന്താണ്? സിമ്മട്രി കണ്ടീഷനാണ്. അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആം ഇംപെഡൻസ് ഈക്വൽ ആണെങ്കിൽ സിമ്മട്രി കണ്ടീഷൻ, ക്രോസ് ആം ഇംപെഡൻസ് ഈക്വൽ ആണെങ്കിൽ എന്ത് കണ്ടീഷനാണ്? റെസിപ്രോസിറ്റി കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് വൺ പാരാമീറ്റർ മോഡൽ ടു അനദർ പാരാമീറ്റർ മോഡൽ. അതായത് നമ്മുടെ കയ്യിൽ ഒരു പാരാമീറ്റർ മോഡൽ തന്നിട്ടുണ്ട്, ചിലപ്പോൾ Z പാരാമീറ്റർ തന്നിട്ടുണ്ടാവും. അതിനെ വേറെ എന്തെങ്കിലും ABCD പാരാമീറ്ററിലേക്കോ T പാരാമീറ്ററിലേക്കോ Hലേക്കോ അതിന് മാറ്റാമെന്ന് ചോദിക്കുക. അതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ. കൺവേർഷൻ ഓഫ് വൺ പാരാമീറ്റർ മോഡൽ ഇൻ ടു അനദർ പാരാമീറ്റർ മോഡൽ. ഒരു മോഡലിൽ നിന്ന് വേറെ മോഡലിലേക്ക് എങ്ങനെ മാറ്റുക എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. ഇതധികം ചോദിക്കാറൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ പ്രൊസീജിയർ എന്താണ്? ഇത് ഇങ്ങനെ ചെയ്യാനുള്ള പ്രൊസീജിയർ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഫോർ ഗിവൺ പാരാമീറ്റർ. ഏതാണ് നമുക്ക് തന്നേക്കുന്നത്? ഇപ്പോൾ Z ആണ് തന്നേക്കുന്നതെങ്കിൽ Z-ൻ്റെ എന്ത് ചെയ്താൽ ഇക്വേഷൻ എഴുതാം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? കൺവേർട്ട് ദ ഇക്വേഷൻ ഓഫ് ഗിവൺ പാരാമീറ്റർ ഇൻ ടു ദ ഫോം ഓഫ് ടാർഗറ്റ് പാരാമീറ്റർ ഇക്വേഷൻ. ഏതിലേക്കാണോ മാറ്റേണ്ടത് അതിൻ്റെ ടേംസിൽ എന്ത് ചെയ്താൽ? ഇപ്പോൾ ഓൾറെഡി തന്നേക്കുന്ന ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. കൺവേർട്ട് ദ ഇക്വേഷൻ ഓഫ് ഗിവൺ പാരാമീറ്റർ ഇൻ ടു ദ ഫോം ഓഫ് ടാർഗറ്റ് പാരാമീറ്റർ ഇക്വേഷൻ. ഏതിലേക്കാണോ മാറ്റേണ്ടത് ആ ഒരു ഫോമിലേക്ക് ഇപ്പോൾ തന്നേക്കുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുക? ഒന്ന് കൺവേർട്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്താ? കമ്പയർ ദ ഇക്വേഷൻ ഒബ്റ്റൈൻഡ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ പുതിയൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഏതിൻ്റെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ ടാർഗറ്റ് പാരാമീറ്റർ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ഏതിൻ്റെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിനൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ടാവുമല്ലോ, ആ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏതിനാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ 4 കോയിഫിഷ്യൻസ് കിട്ടും. ഇതൊരു പ്രോബ്ലമായിട്ട് പറയുമ്പോഴാണ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. കൺവേർഷൻ ഓഫ് Z പാരാമീറ്റർ ഇൻ ടു T പാരാമീറ്റർ. അതായത് നമുക്കൊരു Z പാരാമീറ്ററിൻ്റെ തന്നിട്ടുണ്ട്, അതിനെന്താക്കി മാറ്റണം? T പാരാമീറ്റർ ആയിട്ട് മാറ്റണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, കൺവേർഷൻ ഓഫ് Z പാരാമീറ്റർ ഇൻ ടു T പാരാമീറ്റർ. അപ്പോൾ ഗിവൺ ഇക്വേഷൻ ഏതായിരിക്കും? Z പാരാമീറ്റർ ആണ് ഗിവൺ പാരാമീറ്റർ എന്ന് പറയുന്നത്. ടാർഗറ്റ് പാരാമീറ്റർ ഏതാണ്? T പാരാമീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ആദ്യ സ്റ്റെപ്പ് എന്താ? റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് ഗിവൺ പാരാമീറ്റർ. ഏതാണ് തന്നേക്കുന്നത് അതിൻ്റെ ഇത് ഏതാണെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ഏതാ തന്നേക്കുന്നത്? Z പാരാമീറ്റർ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ Z-ൻ്റെ പാരാമീറ്റർ എന്താണ്? V1ഉം V2. അപ്പോൾ V1 is equal to Z11 I1 plus Z12 I2 Z21 I1 plus Z22 I2. ഇനി ഏതാണ് ടാർഗറ്റ് പാരാമീറ്റർ? T പാരാമീറ്റർ ആണ് ടാർഗറ്റ്. അപ്പോൾ T1 ഇക്വേഷൻ എന്താ? V1ഉം I1ഉം. ഇവിടെ V1ഉം V2 ആണ്. നമുക്കിവിടെ V1ഉം I2ൻ്റെ ടേംസ് I1ൻ്റെ ടേംസിലാണ് എന്ത് ചെയ്യേണ്ടത്? മാറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ V2 ആണല്ലോ ഉള്ളത്. ആദ്യത്തെ V1 ആണുള്ളത്, കുഴപ്പമില്ല. ഇവിടെയും V1 ആണ്. പക്ഷെ രണ്ടാമത്തത് ഇവിടെ I1ലേക്കാണ് മാറ്റേണ്ടത്. പക്ഷെ നമ്മുടെ ഇക്വേഷൻ എന്തിലാണുള്ളത്? V2ലാണുള്ളത്. പക്ഷെ നമ്മുടെ ഇക്വേഷൻ എന്തുണ്ട്? I1 ടേമിൻ്റെ കൂടിയുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എന്താക്കുക? ഈ രണ്ടാമത്തെ ഇക്വേഷനെ I1ൻ്റെ ടേമിലേക്ക് മാറ്റാം. എങ്ങനെ മാറ്റും? ഈ ഇക്വേഷൻ ഒക്കെ ഇത് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എന്ത് കിട്ടും? I1 is equal to ഇവിടെ Z21 ഉണ്ട്, ഡിവൈഡ് ചെയ്യുക 1/Z21 V2 മൈനസ് Z22 ഓൾറെഡി ഉണ്ട് ബൈ Z21 I2.
I1 is equal to 1 by Z1 V2 minus Z22 by Z21 I2. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എന്തിലായി? ഈ ഒരു ടേമിലേക്ക് മാറ്റിയില്ലേ? ഈ ഒരു ടേമിലേക്ക് മാറ്റി. കാരണം V2 ഉണ്ട് I2 ഉണ്ട്, ഇവിടെയും V2 ഉണ്ട് I2 ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ സെറ്റായി. ഇനി നോക്കിയേ, ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കിയേ. ഫസ്റ്റത്തെ ഇക്വേഷനിൽ ഇവിടെ I1ഉം I2 ആണുള്ളത്. നമുക്ക് തന്നേക്കുന്ന Z പാരാമീറ്ററിൽ V1 is equal to Z11 I1ൻ്റെയും I2ൻ്റെ ടേംസിലുണ്ട്. പക്ഷേ ഇവിടെ എന്താ ഉള്ളത്? V2ൻ്റെയും I2ൻ്റെയും ടേമിലാണുള്ളത്. അപ്പോൾ ഇവിടെ I1ൻ്റെ ടേമിനെ എന്ത് ചെയ്യണം? മാറ്റണം. ഓക്കെ, I1 ടേം എങ്ങനെ മാറ്റും? നമുക്കറിയാം ഇവിടെ I1ൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ എടുത്ത് എന്ത് ചെയ്യുക? ആദ്യത്തെ ഇക്വേഷൻ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ കണ്ടുപിടിച്ച I1ൻ്റെ ഇക്വേഷൻ എടുത്തിട്ട് ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നോക്കിയേ, V1 is equal to Z11 into പുതിയ ഇക്വേഷൻ എന്താണ്? 1 by Z1 V2 minus Z22 Z21 into I2 plus Z12 I2. ഓൾറെഡി Z12 I2 ഉണ്ട്. എന്ത് ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. Z11 by Z21 V2 into Z11 Z22 by Z21 into I2 plus Z12 I2. ഇവിടെ I2 രണ്ടിലും കോമൺ ആണ്. എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഒന്നിച്ചാക്കിയിട്ട് ഇടുക. Z21 Z21 V2 minus Z22 Z11 Z by Z21 മൈനസ് Z12 ഇൻറ്റു I2. അപ്പം നമുക്ക് 4 ടേംസ് ആയി. ഇവിടെ 4 ടേംസ് കിട്ടി. I1ൻ്റെ ഇതാണ് Z11, ഇവിടെ ഒരു ടേം കിട്ടി 2, ഇവിടെ ഒരു ടേം കിട്ടി, മൂന്നാമത്തെ ടേം, അങ്ങനെ എന്ത് കിട്ടി? 4 ടേംസ് കിട്ടി. അതാണ് നമ്മുടെ ABCD എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അപ്പോൾ V1 is equal to എന്താണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? V1 is equal to AV2 മൈനസ് BI2 അല്ലേ? AV2 മൈനസ് BI2. അപ്പോൾ ഇതാണ് A ടേം, ഇതായിരിക്കും എന്ത്? B ടേം എന്ന് പറയുന്നത്. അപ്പോൾ A is equal to എന്ത് കിട്ടും? A is equal to Z11 by Z21, B ടേം Z22 Z11 by Z21 മൈനസ് Z12. ഇനി C ടേം എവിടെ നിന്ന് കിട്ടും? രണ്ടാമത്തെ ഇക്വേഷൻ എവിടെയാണ്? ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. I1ൻ്റെ ടേം. I1ൻ്റെ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഏതാണ്? C ആണ്. രണ്ടാമത്തെ ക്വാണ്ടിറ്റി D ആണ്. അപ്പോൾ C ഈക്വൽ ടു എന്തായിരിക്കും? 1 by Z21. C is equal to 1 by Z21. D is equal to എന്ത് കിട്ടും? Z22 by Z21. അതായത് നമുക്ക് Z പാരാമീറ്ററാണ് തന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ എന്താക്കി മാറ്റി? ABCD പാരാമീറ്ററിലേക്ക് മാറ്റി. അങ്ങനെയാണ് പുതിയ A എന്ന് പറഞ്ഞത് എന്തായിരിക്കും? Z11 by Z21. B എന്ന് പറയുന്നത് Z22 Z11 by Z21 minus Z12. C equal to 1 by Z21. D is equal to Z22 by Z21. അങ്ങനെയാണ് Z പാരാമീറ്ററിന് എന്തിലേക്ക് മാറ്റുക? ABCD പാരാമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. കൺവേർഷൻ ഓഫ് T പാരാമീറ്റർ ഇൻറ്റു H പാരാമീറ്റർ. നമുക്കൊരു T പാരാമീറ്റർ തന്നിട്ടുണ്ട്, അതിനെ H പാരാമീറ്ററിലേക്ക് മാറ്റുക. പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. പ്രൊസീജിയർ സെയിം തന്നെയാണ്. ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് എന്താ തന്നേക്കുന്ന? T പാരാമീറ്റർ തന്നിട്ടുണ്ട്. T പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ ഇതാ. V1ലും I1ലാണ് T പാരാമീറ്റർ തന്നേക്കുന്നത്. രണ്ടാമത്തെ ഏതിലൊക്കെ മാറ്റേണ്ടത്? H പാരാമീറ്ററിലേക്ക് മാറ്റണം. H പാരാമീറ്ററിന് എന്തിലാണ്? V1ലും I2ലാണുള്ളത്. അപ്പോൾ ഇവിടെയും V1 ഉണ്ട്, ഇവിടെയും V1 ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് മാറ്റണ്ട. പക്ഷേ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? തന്നേക്കുന്ന I1ലാണുള്ളത്, പക്ഷെ നമുക്ക് മാറ്റേണ്ടത് എന്തിലേക്കാണ്? I2ലേക്ക് മാറ്റണം. പക്ഷേ ഇവിടെ ഒരു ഇക്വേഷൻ എന്തുണ്ട്? I2 ഉണ്ട്. അപ്പോൾ I2ൻ്റെ ടേമിൽ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പിൽ കൊടുത്തേക്കുന്നത്. I2 is equal to എന്ത് കിട്ടും? C by D V2 മൈനസ് I1 by D. ഓക്കെ, C by D V2 മൈനസ് I1 by D. നമ്മുടെ ഇക്വേഷൻ എന്താണ് ആദ്യം വരേണ്ടതാ? I1 ആണ് ആദ്യം വരേണ്ടത്. I1 ആണ് ആദ്യം വരേണ്ടത്. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എന്ത് കിട്ടും? മൈനസ് 1 by D I1. ഈ ഇക്വേഷൻ ഒന്ന് മാറ്റിയതേ ഉള്ളൂ. മൈനസ് 1 by D I1 പ്ലസ് C by D V2. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് സെറ്റായി. I1ൻ്റെ ടേം കിട്ടി, I1ൻ്റെ ടേം ഇവിടെ ഉണ്ട്, V2ൻ്റെ ടേം ഇവിടെ ഉണ്ട്, V2ൻ്റെ ടേമും കിട്ടി, ഈക്വൽ ടു എന്താണ്? I2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 സെറ്റായി. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1 നോക്കിയാൽ, ഇക്വേഷൻ നമ്പർ 1ൽ ഇപ്പോൾ എന്താ ഉള്ളത്? AV2 BI2. V1 is equal to AV2 മൈനസ് BI2. പക്ഷെ ഇവിടെ നോക്കിയാൽ V1 is equal to എന്താണ്? V2 അല്ലല്ലോ, എന്താണ്? I1 ആണുള്ളത്. അപ്പോൾ ഈ V2നെ മാറ്റിയിട്ട് എന്താക്കണം? I1ൻ്റെ ടേമിൽ, V2 ഓൾറെഡി ഉണ്ട്, I2 ആണ് ഉള്ളത്. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? I1ൻ്റെ ടേമിലാണ് വേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? I2ക്ക് പകരം നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച I2 എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I2ൻ്റെ കാര്യത്തിന് മൈനസ് 1 by D I1 പ്ലസ് C by D V2. ഈ I2 എടുത്തിട്ട് എന്ത് ചെയ്യുക? ആദ്യത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് V1 is equal to AV2 ഓൾറെഡി ഉണ്ട്, ഇവിടെ B ഇൻറ്റു I2 ആയിരുന്നു. I2ൻ്റെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്താ? മൈനസ് 1 by D I1 പ്ലസ് C by D V2. മൈനസ് 1 by D I1 പ്ലസ് C by D
V2. ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. AV2 മൈനസ് BC/D V2 പ്ലസ് B/D I1. ഓക്കെ, ഇവിടെ V2 രണ്ട് ടേം ഉണ്ട്, കോമൺ ആക്കുക. I1 ടേം ആദ്യം കൊണ്ടുവരിക. അപ്പോൾ B/D I1 പ്ലസ് A മൈനസ് BC/D ഇൻറ്റു V2. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, 1 ആയി. ഇക്വേഷൻ നമ്പർ 2 ആയി. രണ്ടും സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ കിട്ടും ഇതാണ് H11. ഈ ടേം എന്തായിരിക്കും H12. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, 4 ടേമും എടുത്ത് H11, H12, H21, H22. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, തന്നേക്കുന്നത് T പാരാമീറ്റർ ആയിരുന്നു, അതിനെന്തിലേക്ക് മാറ്റാം, H പാരാമീറ്ററിലേക്ക് മാറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഒരു പാരാമീറ്റർ നിന്ന് വേറെ പാരാമീറ്ററിലേക്ക് മാറ്റാൻ ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം എന്ത് ചെയ്യുക, ഏതാണോ തന്നേക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് രണ്ടാമത്തെ ഏതിൻ്റെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഇക്വേഷനിലേക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഫോമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഇന്നൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഫൈൻഡ് ദ T പാരാമീറ്റർ ഫോർ ദ നെറ്റ്വർക്ക്. നമുക്കൊരു നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്, ആ നെറ്റ്വർക്കിൻ്റെ T പാരാമീറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്ത് 5 ഓമിൻ്റെ ഒരു ഇമ്പിഡൻസ് ഉണ്ട്. T പാരാമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും, ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ KCL അപ്ലൈ ചെയ്യാം. ഇപ്പോൾ സെയിം കറണ്ട് ഫിഗർ കാണുമ്പോൾ മനസ്സിലാക്കുക, I1ഉം I2ഉം സെയിം കറണ്ടാണ്. നോക്കിയാൽ I1, പക്ഷേ ഡയറക്ഷൻ എന്താണ്, ഡിഫറൻ്റ് ആണ്. അപ്പോൾ I1 = എന്തെന്ന് എഴുതാം, -I2. ഒരു ഇക്വേഷനായി. ഓക്കെ, നമുക്ക് ഇക്വേഷൻ എന്തെല്ലാം വേണ്ടിയത്, T പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എന്തിലൊക്കെയാണ് വേണ്ടിയത്, V1ലും I1ലും. അപ്പോൾ I1ൻ്റെ ടേം നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി, I1 = -I2. അത് സെറ്റായി. ഇനി എന്ത് ചെയ്യുക, V1ൻ്റെ ടേമിൽ ഇക്വേഷൻ എഴുതാം. അതിനെന്ത് ചെയ്യുക, KVL അപ്ലൈ ചെയ്യാം. ഇവിടെ KVL അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും V1 - 5I1 - V2 എന്ന് കിട്ടും. V1 - 5I1 - V2 = 0. ഓക്കെ, പക്ഷേ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താണ്, നമുക്കിവിടെ എന്തിൻ്റെ ടേംസിലാണ് വരേണ്ടത്, I2ൻ്റെയും V2ൻ്റെയും ടേമിലാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ എന്തിലുള്ള I1ലാണുള്ളത്. അപ്പോൾ അത് എന്ത് ചെയ്യണം, I1നെ മാറ്റി I2 ആക്കണം. എന്ത് ചെയ്താൽ മതി, I1 = -I2 ആണെന്ന് ഇവിടെ അറിയാം. ഓക്കെ, അപ്പോൾ I1 റിസൾട്ട് എന്ത് ചെയ്യാം, -I2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും -5 ഉള്ളത് +5 ആവും. അപ്പോൾ V1 + 5I2 - V2 ഓക്കെ = 0. അപ്പോൾ നമുക്ക് വേണ്ടത് V1 ഇക്വേഷൻ ആണ് വേണ്ടത്. അപ്പോൾ V1 = V2 - 5I2. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ, I1 = -I2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, I1 = 0V2 - I2. 0V2 0 തന്നെയാണ്, -I2 ആണ്. നമുക്ക് എഫക്റ്റീവിൽ എന്ത് കിട്ടും, 0V2 - I2. അപ്പോൾ V1ൻ്റെയും I1ൻ്റെ ടേമിലുള്ള രണ്ട് ഇക്വേഷൻ എഴുതി മാട്രിക്സിലാക്കുമ്പോൾ എന്ത് കിട്ടും, T മാട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കും. ഫസ്റ്റത്തെ ഇക്വേഷൻ V1, V2ൻ്റെ വാല്യൂ എത്രയാണ്, 1, 5, 0, 1. ഈ 4 ടേം എടുത്തിട്ട് എഴുതാം. ഓക്കെ, 1, 5, 0, -1. ഓക്കെ, 1 ആണ് വരിക. ഇവിടെ -5I2 ആണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയുള്ള -BI2 ആണ്. അപ്പോൾ ബിയുടെ വാല്യൂ എന്തായിരിക്കും, 5 ആയിരിക്കും. -5 അല്ല എടുക്കേണ്ടത്, എന്താണ് 5. അപ്പോൾ 1, 5, 0, 1 ആണ് നമുക്ക് തന്നേക്കുന്നത് എന്ത്, T പാരാമീറ്ററിൻ്റെ വാല്യൂ. ഈ ഒരു സർക്യൂട്ടിൻ്റെ T പാരാമീറ്റർ വാല്യൂ എന്ന് പറഞ്ഞത് 1, 5, 0, 1. ഓക്കെ, ഇതാണ് 2 പോർട്ട് നെറ്റ്വർക്കിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.